ഇനി ബാക്കി കേട്ടോളി. മൂപ്പര് നാദാപുരത്ത് വന്നിട്ടേ കാന്തപുര സ്ഥാനം സംബന്ധിച്ച് ഒരു കളവ് അവതരിപ്പിച്ചു. ആ കളവ് അവതരിപ്പിച്ചതിന് മൂപ്പര് സാക്ഷിയായിച്ചോണ്ടോ അറിയാ ഹൊദവീനെ കൊണ്ടു. എന്നിട്ട് ആ ഹൊദവി പച്ച കള്ളം പറഞ്ഞു. ഞാനത് പിടിച്ച് ഈ ഹുദവി പറയാനെന്ത് അസറിന്റെ ശേഷം സുന്നത്ത് കരിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ ഈ അസറിന്റെ ശേഷം സുന്നത്തുണ്ടോ ഹുദവി? മൗലവിക്ക് മനസ്സിലായില്ല, ഹുദവിക്ക് മനസ്സിലായില്ല. അതൊരു കള്ളത്തരം പറഞ്ഞല്ലേ, കളവ് പറയുമ്പോ അങ്ങനല്ലേ പെട്ടുപോവുക. അങ്ങനെ അത് ഞാൻ പിടിച്ചു. ഇപ്പൊ മൗലവി ഇപ്പം വന്നിട്ട് പറയട്ടോ, അത് ഞങ്ങളെ തകരാറാ, പറഞ്ഞാളെ തകരാറല്ലേ? ഈ തകരാറുള്ളോ പറഞ്ഞു കൊണ്ടുവന്നോ എനിക്ക് തകരാറൊന്നുമില്ല. അത് ശരി, അങ്ങനെയല്ലേ? ഞാൻ വെച്ചോട്ടോ, ഞാൻ വെച്ചോട്ടെ, പറഞ്ഞാളെ തകരാറല്ലേ തന്നെ കേൾപ്പിച്ചിരുന്നു. അപ്പൊ മൂപ്പര് പറയുന്നത്, മൂപ്പരയും ഒരു തെറ്റ് പിടിച്ചാൽ എന്താ അറിയോ, അസറസ്കാര ശേഷം നായർ പറഞ്ഞു പോയത് അസറസ്കാരത്തിന്റെ ശേഷം സുന്നത്തുസ്കരിക്കാൻ നീറ്റുന്നു. അത് ഞങ്ങളെ തകരാറാ, പറഞ്ഞോരെ തകരാറല്ലേ? നിങ്ങൾ ഏത് നിസ്കാരത്തിന്റെ ശേഷം നിങ്ങൾ എപ്പോഴൊക്കെ നിസ്കരിക്കണം ആർക്കറിയാ? ഏതൊക്കെ കേട്ടോ, നിങ്ങൾ എപ്പോ എല്ലാം നിസ്കരിക്കാൻ ആർക്കാ അറിയാൻ? നമ്മളെ ബാക്കിയുള്ള എല്ലാം മൂപ്പരറിയാം, അത് മാത്രം മൂപ്പരറിയൂല. എപ്പല്ല സുന്നത്ത് നിസ്കരിക്കാൻ മൂപ്പരറിയില്ല, ഇതുവരെ പഠിച്ചിട്ടില്ല. അസറിന് സുന്നത്തില്ല എന്നുള്ള മൂപ്പര് ഇതുവരെ പഠിച്ചിട്ടില്ല. ഇത് പഠിക്കാതായി പ്രസംഗിക്കാൻ നടക്കുന്നത്. ഇത് മൂപ്പര് പറഞ്ഞു തരുമോ? അത് പറഞ്ഞാൽ തകരാറല്ലേ? ആ തകരാറുള്ളോ പറഞ്ഞു കൊണ്ടോ നിങ്ങളോ? നിങ്ങൾ തകരാറുന്നില്ല. എനിക്ക് കേട്ടോളി, മൂപ്പരോട് നിങ്ങളെ കക്ഷിയല്ലേ, നമ്മളെ കക്ഷിയാണ് ഒരു കാന്തപുരസ്ഥാനെ ദീപത്ത് പറഞ്ഞിട്ട് പ്രസംഗിച്ച ഹുദവി നമ്മളെ കക്ഷിയാണ് ഒരു അന്ന് വെച്ചോട്ടാ. എന്റെ മൂന്നോടെ ചാക്ക്. നിങ്ങളെപ്പറ്റി നിങ്ങളുടെ കക്ഷികളല്ലേ പറഞ്ഞത്, കുറ്റ്യാടിയിൽ വെച്ചല്ലേ പ്രസംഗിച്ചത്? കേട്ടോ, നിങ്ങളെ കക്ഷിയല്ലേ പറഞ്ഞത്, നമ്മളെ കക്ഷിയത്. ഞങ്ങളെ കഠിന വിരോധികൾ ഞങ്ങളെ കക്ഷിയാ. അത് ശരി, നല്ല കോളായി. ഇങ്ങനെയാ കക്ഷി? ഇനി കേൾക്കണോ? എന്താ അറിയോ മൂപ്പര് പറയുന്നത്? ഞാൻ പറഞ്ഞു പോലും എല്ലാവരെക്കാളും വിവരമുള്ള ആള് ഞാനാണ് മൂപ്പര് പറയുന്നു. അന്ന് വെച്ചുകൊടുത്തോളി. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് കേൾക്കട്ടെ. നമ്മള് എന്നെ സംബന്ധിച്ച് ആർക്കും അതെങ്ങനെ, ഞാൻ എല്ലാവരേക്കാളും എനിക്ക് എൽമുണ്ട് എന്ന് പറഞ്ഞ പേരോടിനോട് വളരെ വിനീതമായി ചോദിക്കട്ടെ മുസ്ലിയാരെ, വിനീതമായി ചോദിക്കട്ടെ മൗലവി, ഞാൻ എങ്ങനെ പറഞ്ഞത് കേൾപ്പിച്ചു തരാമോ? എല്ലാവരെക്കാളും എനിക്ക് വിവരമുണ്ട് കേൾപ്പിച്ചു തരാമോ? മുജാഹിദീങ്ങളെക്കാളും എനിക്ക് വിവരമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുജാഹിദീങ്ങൾ എല്ലാവരും കുല്ലുഹും അജ്മാഉന. അപ്പോ എല്ലാവരെക്കാളും വിവരമുള്ള ആളെന്ന് ഞാൻ പറഞ്ഞോളൂ. പച്ചക്കള്ളം നുണച്ചാക്ക് ഇങ്ങനെ തുറക്കുക മൂപ്പരെ. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇവരെ നുണച്ചാക്ക് ഇവര് ഇപ്പൊ അടുത്തൊരു ലഘുലേഖ ഇറക്കി. ആ ലഘുലേഖയിൽ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞിട്ടൊരു ആയത്ത് കൊടുക്കുന്നുണ്ട്. ആയത്ത് ഞാന്ന് വായിച്ചേപ്പിക്കട്ടെ. നമ്പർ ഉണ്ടായത്തിന്റെ കേട്ടോളി, ഉണ്ടായത്ത് കേട്ടോളി. ഒരു മനുഷ്യൻ നോമ്പ്, നമസ്കാരം, സക്കാത്ത് എന്നിങ്ങനെ ഒരുപാട് അമലുകൾ ചെയ്തു. എന്നിട്ട് ആ മനുഷ്യന് ഒരു ആപത്ത് വന്നപ്പോൾ ആ മനുഷ്യൻ മുഹീദ്ദീൻ ശൈഖിനെയോ ഭീമാ ബീവിയെയോ ആ സമയത്ത് വിളിച്ചു പോയാൽ ആ മനുഷ്യന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. വീക്കു 39:65. എങ്ങനെ ഖുർആനിൽ പറയാനുണ്ട്? മുഹീദ്ദീൻ ശൈഖിനെയോ ഭീമാ ബീവിയെയോ ആ സമയത്ത് വിളിച്ചു പോയാൽ ആ മനുഷ്യന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. ബ്രാക്കറ്റിൽ വീക്കു 39:65. അത് ഏത് വീക്കു ആണ്? ഭീമാ ബീവിന്ന് ഖുർആനില്ലേ, മുഹീദ്ദീൻ ശൈഖിന് ഖുർആനില്ലേ? ഖുർആൻ ഇറങ്ങിയിട്ട് 1500 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച മുഹീദ്ദീൻ ശൈഖിന്റെ പേര് ഖുർആനില്ലേ? പിന്നെ എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച തിരുവനന്തപുരത്തുള്ള ഭീമാ ബീവിന്റെ പേര് ഖുർആനില്ലേ? ഏത് ഖുർആന്? മുജാഹിദീങ്ങളെ ഖുർആൻ, ISMന്റെ ആളിറക്കിയതാ. എന്നിട്ട് ലാസ്റ്റ് ഉണ്ട് എന്താ പറയുന്നറിയോ? വ്യാജ ഖബറുകളുടെ തെളിവുകൾ CD ലഭ്യമാണ്, സെലഫി സെന്ററുമായി ബന്ധപ്പെടുക എന്നാ. അപ്പൊ ഈ ലഘുലേഖ ഇറക്കിയ മൗലവിമാര് അള്ളാന്റെ ഖുർആനിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ ഈ മൗലവിമാര്, ഈ മൗലവി നാദാപുരത്തുനിന്ന് പറയാനേ, നമ്മളൊരു സുന്നി വോയിസിൽ ലൗലാക്ക ലമാ ഖലഖത്തുൽ അഫ്ലാഖ് എന്ന് പഴയ കാലത്ത് പറഞ്ഞു വരുന്ന ഒരു വാചകം ഉണ്ട്. അതിന്റെ ആശയം ഖുദ്സിയായ ഹദീസ് മുഖേന സ്ഥിരപ്പെട്ടതാണെന്നുള്ള നിലക്ക് ഹദീസ് ഖുദ്സിന്ന് സാധാരണ കൊടുക്കാറുണ്ട്. അപ്പൊ സുന്നി വോയിസിൽ ഏതോ ഒരാളൊരു ലേഖനം എഴുതിയപ്പോ ഹദീസ് ഖുദ്സിന്ന് ഹാക്കൂന്ന് എഴുതി. ഈ ഹ എന്നും വി എന്ന് എഴുതിയാൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. കുറച്ചൊക്കെ തൊട്ടുപോയാൽ ഹായ് ആവും, തൊട്ടില്ലേ വി ആവും. അപ്പൊ ഹ എന്നുള്ള സ്ഥലത്ത് വി എന്നായിപ്പോയി. ശരിക്കും തൊടല് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞു.
തൊട്ടാൽ എന്തായി ഹാ നായി, ഹാ കൂന്നാണ്. അത് വീനായിട്ട് അത് വെങ്ങിയ ജോറാക്കിട്ട് മൂപ്പര് പറയുക, ഇവര് എന്തിട്ട് വീക്കൂന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളെ പോലെ 3965 നമ്പർ കൊടുത്തോ ഞങ്ങൾ. അപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ നമ്പർ കൊടുക്കാതിരിക്കുമ്പോ തന്നെ അത് വീക്കൂന്നല്ല ഹാ കൂന്നാണ്. എന്നിട്ട് അലവി സഖാഫിനോട് കൊടുവള്ളിന്നോ മറ്റോ ചോദിച്ചു പോലും എന്ത് ഇങ്ങനെ വീക്കൂന്നുണ്ടല്ലോ. വീക്കൂന്ന് പറഞ്ഞാൽ വിശുദ്ധ കുദസീനായിരിക്കും എന്നാണ് മറുപടി പറഞ്ഞത്. അമ്മൗലവിക്ക് അങ്ങനെ തന്നെയല്ലേ മറുപടി കൊടുക്കണ്ടു? കാരണം അമ്മൗലവി ചോദിക്കാൻ പാടുണ്ടോ? ഇപ്പുറത്തെ നമ്പർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. രണ്ടാമത്തത് ഹാക്കൂന്നാണ് ഏത് മനുഷ്യനും മനസ്സിലാവില്ലേ? പിന്നെ വെറുതെ കൊസറ ചോദിക്കുന്നുണ്ടോ? കൊസറ എന്നല്ലേ മറുപടി പറയേണ്ടത്? അപ്പൊ എന്നിട്ട് മൂപ്പര് ഇവിടെ വന്നിട്ട് പറയുന്ന ആധാർ കയറിയ വീക്കൂന്നുള്ളതിന് വിവരം കെട്ട ഖുറാഫി എന്നാണ്. ആദ്യം മൗലവിന്റെ വിവരക്കേടാ. വിവരം കേട്ട ഖുറാഫിനാണ് വീക്കേക്കൂന്ന് പറയണം മൗലവി. അതും മൗലവിക്ക് മനസ്സിലായില്ല. വിവരം കേട്ടാന്നുള്ളതിലൊന്നും അവിടെ ഓരോ വാചകത്തിന് ഓരോന്നാണെങ്കിൽ അപ്പോ വീക്കേക്കൂന്ന് പറയണ്ടേ. എന്താണ് ഈ ഖുറാഫി മൗലവിന്റെ കഥ? മൗലവിന്റെ ധാരണ നമ്മൾ ഈ കിതാബുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുന്നതുകൊണ്ട് നമുക്ക് ഈ കിതാബ് പറയാനേ കിട്ടുള്ളൂ, ഇങ്ങനത്തെ പറഞ്ഞാൽ മറുപടി കിട്ടൂല എന്നൊരു ധാരണ ഉണ്ട്. ആ ധാരണയും തിരുത്തിക്കോ മൗലവി. നിങ്ങൾ ഏത് സ്കട്ട് മിസൈല് പുറത്തിറക്കിയാലും ഓരോന്നിനെയും തകർക്കാനുള്ള പാട്രിയറ്റ് മിസൈൽ ഞങ്ങൾ കയ്യിലുണ്ട്. അതാലോചിച്ച് വന്നാൽ മതി. ഇനി കേട്ടോ, മൂപ്പര് പറയാനേ എന്ത് മാളിയക്കലിന്റെ ബുക്കില് എന്ന സ്ഥലത്ത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് തെറ്റായിട്ട് കൊടുത്തു എന്നൊക്കെ വിശദമായിട്ട് ഞാൻ എന്റെ കുണ്ടോട്ടിയിലെ പ്രസംഗത്തിൽ അത് പറഞ്ഞതാണ്. അത് ലക്ഷക്കണക്കിന് ജനങ്ങൾ കേട്ട സീഡിയാണ്. അതിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ മറുപടി ഇതിലും കയറ്റുന്നുണ്ട്. അത് മൗലവി എന്ന് പറയട്ടെ. മൗലവി പറയുന്നത് മാലിക്കൽ സഖാഫി എന്ന സ്ഥലത്ത് ഖുർആൻ തന്നെ അങ്ങോട്ട് മാറ്റി വരുത്തി റസൂലാന്നാക്കീന. എന്തിന്? റസൂലിനോട് പൊറുക്കല്ല ചോദിക്കാൻ അർത്ഥം കിട്ടാൻ. അല്ല മൗലവി വസ്തഗ്ഫറ ലഹുമുർ റസൂല എന്ന് പറഞ്ഞാൽ റസൂലിനോട് പൊറുക്കല്ല ചോദിക്കാൻ അർത്ഥം കിട്ടുമോ? അങ്ങനെ അർത്ഥം കിട്ടുമോ? അതിന് അറബി അറിയണ്ടേ, മലയാളം അറിയണ്ടേ? വേറൊരു മൗലവി എഴുതി കൊടുക്കുന്നത് നോക്കിങ്ങനെ വായിക്കേണ്ടത് തലേക്കെട്ടും കെട്ടിയിട്ട് ഇരിക്കട്ടെ. ഏതായാലും മൗലവി എന്ന് പറയട്ടെ. എനിക്ക് പറയാ ഞാൻ മൗലവി എന്ന് വേറെ ടെന്റ് പിടികൂടാ. പറ മൗലവി പറ. അങ്ങനെ കൃത്രിമം വരുത്തി ഹദീസിൽ. എന്നാൽ ഒരു പടി മുന്നോട്ട് ആര്? മാലിയക്കൽ സഖാഫി. അദ്ദേഹം എന്താ ചെയ്യുന്നത്? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു. വസ്തഗ്ഫറ ലഹുമുർ റസൂലു ആ ഫായിലിനെ മൻസൂബാക്കിക്കൊണ്ട് റസൂല എന്നാക്കിക്കൊണ്ട് അല്ലാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാലെന്ന് മലയാളത്തിൽ അർത്ഥമെഴുതിയില്ലേ? യുഹദ്ദിഫൂനൽ കലിമ അമ്മവാളിഹി. അല്ലാഹുവിന്റെ വചനങ്ങളെ അവർ മാറ്റിമറിക്കുന്നവരാണെന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ അല്ലാഹു തആല? ഉസ്താദ് ഹദീസ് മാറ്റിമറിച്ചു, ശിഷ്യൻ ആയത്ത് മാറ്റിമറിച്ചു. ഉസ്താദ് ഹദീസ് മാറ്റിമറിച്ചു കാരണം മൂപ്പര് ജാഹിലായതുകൊണ്ട്. പിന്നെ ശിഷ്യൻ ആയത്ത് മാറ്റിമറിച്ചുകൂടാ. എന്നാ മൗലവി തയ്യാറുണ്ടോ? മാലിക് സഖാഫിയുടെ പുസ്തകമാണ് എന്റെ കയ്യിൽ. പരിശോധിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമുള്ള മൗലവിമാർ പറ്റേ. നിങ്ങൾ കുറച്ച് മാസിക ഇറക്കിയിട്ട് തോന്നിവാസം പറഞ്ഞാൽ മതിയോ? എന്നിട്ട് അത് കേട്ട് പഠിക്കാൻ മനസ്സിലാക്കാൻ കുറച്ച് ആൾക്കാരും ഞാൻ വായിക്കാം. എന്താണ് ആ പറഞ്ഞ വിഷയം നോക്കിക്കോളി. ആദ്യം നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കോ. അയാൾ പറഞ്ഞ പുസ്തകം, ആ പുസ്തകത്തിന്റെ 151 പേജ് എടുക്കൂ. അതിലതാ ശരിയായ റസൂലൂന്ന് തന്നെ. മറ്റൊരു സ്ഥലത്ത് അച്ചടി പെസക് വന്നതാണ്. നോക്കിക്കോളൂ. വലൗ അന്നഹും അവന്നോ 151 വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അതിന്റെ 151 പേജിൽ ശരിയായ അർത്ഥവും ശരിയായ വാചകവും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു സ്ഥലത്ത് അച്ചടിക്ക് പെസക് സംഭവിച്ചതാണ്. വസ്തഗ്ഫിറാന്ന് വിട്ടു, അല്ല റസൂലാന്നായതല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഞാൻ പറയുന്നത്. 35 രണ്ട് സ്ഥലത്തും വെച്ച അർത്ഥം വളരെ ക്ലിയറാണ്. എന്താണ് അർത്ഥം കേട്ടോളൂ. 35 പേജിലതാ അടയാളം വെച്ചിരിക്കുന്നു. അവർ ശരീരങ്ങളെ ആക്രമിച്ച് അങ്ങയെ സമീപിക്കുകയും അള്ളാഹുവിനോട് പൊറുക്കല്ല തേടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പൊറുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ പാശ്ചാത്താപം സ്വീകരിക്കുന്നവനായും അനുഗ്രഹം ചെയ്യുന്നവനായും അള്ളാഹുവിനെ അവർ എത്തിക്കുന്നതാണ്. ഈ അർത്ഥത്തിൽ എവിടെയാ തെറ്റ്? വസ്തഗ്ഫറ ലഹുമുർ റസൂൽ എന്ന സ്ഥലത്ത് വസ്തഗ്ഫറ എന്ന വാചകം
കൊടുത്ത സ്ഥലത്ത് ഫസ്തഗ്ഫറുല്ലാഹ ലഹുമുർ റസൂലു നൈക്കി ഇസ്തഗ്ഫറ എന്നുള്ള വാചകം അച്ചടിയിൽ വിട്ടുപോയി. ഇതാണ് അവിടെ സംഭവിച്ചത്. എന്നാൽ ശരിക്കും എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്നു. അപ്പോ 151, 150 അർത്ഥവും വാചകവും ശരി, 35 അർത്ഥം ശരി, വാചകത്തിൽ ഒരു വാചകം അച്ചടിയിൽ വിട്ടുപോയി. അച്ചടി സ്വാഭാവികമാണ്. എന്നാൽ അതിനിപ്പുറത്ത് വേറൊരു സ്ഥലത്ത് അച്ചടിയിൽ തെറ്റ് വന്നത് എന്താണ്? റസൂലു എന്ന സ്ഥലത്ത് റസൂലാന്നായി. അതേ ബുക്ക് തന്നെ അച്ചടി പെശകാണ്. റസൂലാന്നായി. അവിടെ അർത്ഥത്തിലും അച്ചടി പെശക് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു തട്ടിപ്പിന് വേണ്ടിയും അട്ടിമറിക്ക് വേണ്ടിയും അദ്ദേഹം ചെയ്തതാണെങ്കിൽ 3 സ്ഥലത്തും ചെയ്യൂലേ? അത് അച്ചടി പെശക് ഏത് പുസ്തകത്തിനും ആർക്കും സംഭവിക്കൂലേ? അപ്പൊ ഈ ഒരു അച്ചടി പെശകാണ്. അത് നിങ്ങൾക്ക് കാണാം. അസ്തഗ്ഫിറുല്ലാഹു റസൂലാണ് മൗലവി വായിച്ചത്. അച്ചടി പെശക് അതിവിടെ പേജ് 40. അവിടെ അർത്ഥത്തിലും അച്ചടി പെശകുണ്ട്, അതുപോലെ ആയത്തിലും അച്ചടി പെശക്. റസൂലു എന്നുള്ള റസൂലാന്നായി പോയിട്ടുണ്ട്. പക്ഷേ റസൂലാന്നായതുകൊണ്ട് അർത്ഥം മാറുമോ? മൻസൂബായി വായിച്ചതുകൊണ്ട് റസൂലിനോട് കൊടുക്കുന്ന അർത്ഥം കിട്ടുമോ? അസ്തഗ്ഫിറുല്ലാഹു എന്ന് പറഞ്ഞാൽ അർത്ഥം എങ്ങനെയാ അതിനോട് യോജിക്കുക? അപ്പൊ അത് അർത്ഥം മാറ്റിയതല്ല, ആശയം മാറ്റിയതല്ല, അച്ചടി പെശകാണ്. ഈ അച്ചടി പെശകന്ന മൗലവിക്ക് ഈ പുസ്തകത്തിന്റെ 150, 151 പേജിലും 35 പേജിലും അപ്പുറം ഇപ്പുറം ഉള്ളൂ എന്ന് നോക്കിക്കൂടായോ? അവിടെ ശരിക്കെന്നില്ലേ? പക്ഷേ റസാനത്ത് പറഞ്ഞതുപോലെ ഈച്ചയുടെ സ്വഭാവമാണ്. ഈച്ചന്റെ സ്വഭാവം എന്താ? ശരീരത്തിൽ ആരോഗ്യമുള്ള ഒരു സ്ഥലത്തും ഈച്ച പോയി വീഴൂല. ഈച്ച എവിടെയാ പോയി വീഴുക? ഒലിക്കുന്നതെവിടെ? ചലമൊലിക്കുന്നതെവിടെ? പൊട്ടുള്ളതെവിടെ? അവിടെ ഈച്ച പോയി വീഴുക. ഈ ഈച്ചയുടെ സ്വഭാവമല്ലേ മൗലവി എടുത്തത്? ഈ പുസ്തകത്തിൽ അച്ചടി പെശക ഇല്ലാതെ 2 സ്ഥലത്ത് അർത്ഥം പറഞ്ഞതും ശരി, അതുപോലെ തന്നെ ആയത്ത് കൊടുത്തത് ശരി. അവിടെ ഒന്നും മൂപ്പരെ കണ്ടുപോയില്ല. ഒരച്ചടി പെശക വന്ന സ്ഥലത്തേക്ക് മൂപ്പരെ കണ്ടുപോയി. ഇനി മൂപ്പര് എന്നെ വെല്ലുവിളിക്കുന്നു. അതാ എനിക്ക് കേൾക്കാൻ പോയി. എന്താ വിഷയോ? അത് ശരിക്കും നിങ്ങളൊന്ന് കേട്ടോളി. മൂപ്പര് ആ രംഗം ഞാനൊന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട് എന്റെ പ്രസംഗം അപ്പുറം ഇപ്പുറം കാട്ടിട്ട് വെക്കുന്നുണ്ട്. എന്തായാലും രംഗം മൗലവി, എന്തായാലും രംഗോ ഞാൻ പറയാം. ഈ രംഗം എന്തായിരുന്നു? നിങ്ങൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരുമ്പോൾ എഴുന്നേൽക്കാൻ പാടില്ല അല്ലേ മൗലവി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരുമ്പോൾ എഴുന്നേൽക്കാൻ പാടില്ല. നിങ്ങളല്ലാത്ത ആരെങ്കിലും ഇത് പറയൂ? ഈ കള്ളചാറെന്ന് പറയുന്നത് നിങ്ങളല്ലാതെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുമ്പോൾ എഴുന്നേൽക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഹദീസ് ഉദ്ധരിച്ചു, ഞാനത് പിടിച്ചു. ഞാൻ എന്നിട്ട് പറഞ്ഞു ആ ഹദീസ് ദഈഫാണ്, ദുർബലമാണ്, സ്വീകാര്യോഗ്യമല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് മാത്രമല്ല, ഉമ്മയും ബാപ്പയും കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. മുതിർന്നവർ വരുമ്പോൾ, ഉസ്താദുമാര് വരുമ്പോൾ, ആലിമീങ്ങൾ വരുമ്പോൾ, ആദരിക്കപ്പെട്ടവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. പോരാ. എന്നിട്ട് ഞാൻ അതിന് തെളിവും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയായ സഅദ് റളിയല്ലാഹു അൻഹു വരുമ്പോ ഖൂമൂ ലിസയ്യിദിക്കും, നിങ്ങളുടെ നേതാവിന് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഒരാൾ കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതിന് തെളിവ്. അത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്റെ വകയിൽ ഹദീസും ഖുർആനും നോക്കി മതം പറയുന്ന ആളല്ല. ഞാൻ മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞു നോക്കി പറയുന്ന ആളാണ്. ബുജൈരിമിയിൽ ഖൂമൂ ലിസയ്യിദിക്കും എന്ന് തന്നെ എടുത്തു ധരിച്ചുകൊണ്ട് ബുജൈരിമിയിൽ നിങ്ങൾക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഖൂമൂ ലിസയ്യിദിക്കും എന്ന വാക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് തെളിവാണ് എന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഖൂമൂ ലിസയ്യിദിക്കും എന്ന ഹദീസ് തെളിവ് പറഞ്ഞു. അത് തന്നെ ഫതാവൽ ഹദീസിൽ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഖൂമൂ ലിസയ്യിദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഇമാമിങ്ങൾ കള്ളം പറഞ്ഞതാണോ? അല്ല, മറിച്ച് ഖൂമൂ ഇലാ സയ്യിദിക്കും, ഖൂമൂ ഇലാ സയ്യിദിക്കും എന്ന് ബുഖാരിയിലുണ്ട്. ഇല എന്ന് പറഞ്ഞാലും ലീ എന്ന് പറഞ്ഞാലും രണ്ടും അർത്ഥം തുല്യമാണ് അവിടെ എന്ന് കണ്ടോളൂ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് വമഅത്തുൽ ബിഹി മിനൽ ഫർഖ് ബൈന ഇലാ വൽ-ലാം ദഈഫുൻ. ലാം ലീ എന്നതും ഇല എന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നൊരാൾ കാരണം പറഞ്ഞത് അത് ദുർബലമാണ്. ലിഅന്ന ഇല ഫീ ഹാദൽ മഖാമി
അഫ്ഖമു മിനൽ ലാമി. ഇല എന്ന് റിപ്പോർട്ട് വന്നാൽ ലാമ് വരുന്നതിനേക്കാൾ കൂടുതൽ തെളിവിന് പര്യാപ്തവും കൂടുതൽ അത് പ്രകടവുമാണ്. കഅന്നഹു ഖീല ഖൂമു വംശു ഇലൈഹി തലഖിയൻ വഇക്റാമൻ. നിങ്ങൾ ചെന്ന് സ്വീകരിച്ച്, നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചെന്ന് സ്വീകരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. എന്നാ വരിക? അപ്പൊ കൂടുതൽ അർത്ഥം വരികയുള്ളൂ. അതുകൊണ്ട് ലി സയ്യിദിക്കും എന്നതും ഇലാ സയ്യിദിക്കും എന്നതും തമ്മിൽ വ്യത്യാസമില്ല, അർത്ഥം ഒന്ന് തന്നെയാണ് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബുഖാരിയുടെ വ്യാഖ്യാനത്തിലും പറഞ്ഞു. നാം മൗലവി ഇവിടെ വന്നിട്ട് ഓരോറ്റ വെല്ലുവിളി എന്നെ അല്ല മൗലവി, മുമ്പ് ഫൈൻ സിബിനെ വെല്ലുവിളിച്ചത് എന്റെ ഓർമ്മയില്ലേ? പിന്നെ ഇപ്പോ ഇങ്ങനത്തെ വെല്ലുവിളിച്ചിട്ട് വീണ്ടും വെറുതെ മകളത്തരത്തിന് നിൽക്കണോ? മൗലവി പറഞ്ഞൊന്ന് കേട്ടോളി, അതാദ്യം ഞാൻ കേൾപ്പിക്കുന്നു മൗലവി. എന്നിട്ട് ഈ രംഗം, ഞാൻ പ്രസംഗിച്ച രംഗം ഏതാണ്, വിഷയം എന്താണ് എന്നത് അപ്പുറം ഇപ്പുറം മുറിച്ചിട്ട് വെറും കൂമൂല് ചെയ്തിരിക്കുന്നത് മാത്രം കേൾപ്പിച്ചിട്ട് അയാൾ അവതരിപ്പിക്കുന്നൊന്ന് കേട്ടോളൂ. എന്നിട്ട് ഞാൻ അതിന്റെ വിശദീകരണം പറഞ്ഞുതരാം. ഇവിടെ വെച്ച് പറഞ്ഞല്ലോ, ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ ഹദീസ്? കേട്ടോളൂ. ഖൂമൂ ലിസയ്യിദിക്കും, ഖൂമൂ ലിസയ്യിദിക്കും എന്ന് ബുഖാരിയിലുണ്ട് എന്ന് നിങ്ങൾ ഇവിടെ വെച്ചും പറഞ്ഞിട്ടുണ്ട്, കട്ടുപ്പാറയിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട്. ആ രംഗം ഞാൻ കാണിക്കട്ടെ എന്ന് വെച്ചിട്ട് മൂപ്പര് കട്ട് വെച്ചിട്ടാണ് കാണിക്കുന്നത്. എന്താ ഇത് മൂപ്പര് ഇങ്ങനെ കട്ട് വെച്ച് കാണിക്കാൻ കാരണോ? ഞാൻ ഇൻഷാ അല്ലാഹ് പൂർണ്ണമായിട്ട് തന്നെ കാണിച്ചിരുന്നു വെക്കരങ്ങോ. എന്തിനാ മൂപ്പര് കട്ട് വെച്ച് കാണിക്കുന്നത്? എന്തിനാണ് അത്? മൂപ്പര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ എഴുന്നേൽക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നാദാപുരത്ത് വന്നിട്ട് ദുർബലമായ ലൈഫായ ഹദീസ് ഉദ്ധരിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചു. ഞാനത് പിടിച്ചിട്ട് അത് ലൈഫാണ് എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു. അതിന് മൂപ്പർക്ക് മറുപടി പറയാൻ അറിയൂല, മറുപടി പറയാനില്ല. മൗലവി പെട്ടതാ, ലൈഫായ ഹദീസ് ഉദ്ധരിച്ച് പെട്ടതാ. അപ്പൊ അതിന് മൂപ്പർക്ക് മറുപടി ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി വിഷയം മാറ്റുകയാണ്. എന്നിട്ട് കോമോൾ ചെയ്തിരിക്കുന്നു. ബുഖാരിയിലുണ്ടോ? ബുഖാരിയിലില്ല എന്ന് മൂപ്പര് പറയും. ആദ്യം ഞാൻ നാദാപുരത്ത് പറഞ്ഞത് അയാള് വെക്കും പോലെ പകുതി കാട്ടിട്ട് വേണ്ട, പൂർണ്ണമായി തന്നെ ആ വിഷയം ഞാൻ പറഞ്ഞു ഒന്ന് കേട്ടോളൂ. അത് വെച്ചുവിട്ടവനെ പ്രാവശ്യം വന്നിട്ട് പറയുന്നു, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അമുസ്ലിം സഹോദരന്മാര് ചിലരെ ബഹുമാനിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കും പോലെ എഴുന്നേറ്റ് ഞാൻ വരുമ്പോൾ നിൽക്കണ്ട എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാ അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിച്ചു. ആ ഹദീസിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, മൗലവി നിങ്ങൾ ലഈഫൊന്നും എടുക്കൂല എന്ന് പറഞ്ഞിട്ട് തലേക്കെട്ടിന്റെ ഹദീസൊക്കെ ലഈഫാണെന്ന് പറഞ്ഞില്ലേ? റസൂലുള്ള വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണ്ട എന്ന് നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ലഈഫാണ് മൗലവി. അത് നിങ്ങളെ നമ്മളെ ജബ്ബാർ ബാക്കവിനെ പോലെ നേരത്തെ തോറ്റപ്പ തലയെ കെട്ടിയ ഏതോ ഒരു മൗലവി കോട്ടക്കെന്ന് പറഞ്ഞു എന്ന് പറ്റിച്ചതായിരിക്കും. അതുകൊണ്ട് പറയട്ടെ, ആ ഹദീസിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, അബൂദാവൂദിന്റെ ശറഹിലും പറയുന്നു. അങ്ങനെ അബൂദാവൂദിന്റെ ശറഹ് ഞാൻ നോക്കി വായിക്കുന്നു. ഖാല ഖബറാനി ഹാദൽ ഹദീസു ലഈഫുൻ, ഈ ഹദീസ് ദുർബലമാണ് കേട്ടോ. ഈ ലഈഫായ ഹദീസും പിടിച്ച് നടക്കുന്ന മൗലവിയുടെ പിന്നാലെ പോയിട്ട് റസൂലുള്ള വരുമ്പോ പോലും എഴുന്നേൽക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കല്ലേ മുജാഹിദേ. ബുഖാരിയിൽ ഹദീസുണ്ടേ മുജാഹിദേ. റസൂലുള്ള പറയുന്നു, നിങ്ങളെ നേതാവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയും എന്ന് സഹാബത്തിൽപ്പെട്ട ആളുകളെ പറ്റി തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞത് ബുഖാരിയിലുണ്ടേ. അതുകൊണ്ട് ഈ ലഈഫായ ഹദീസും പിടിച്ച് നടക്കുന്ന മൗലവിന്റെ പിന്നാലെ പോയിട്ട് ആഖിറം നഷ്ടപ്പെടുത്തല്ലേ ചെറുപ്പക്കാരെ. ഇതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ഹദീസ് ലൈഫാണ് എന്നതിന് മൂപ്പർക്ക് മറുപടിയില്ല. മൂപ്പര് നാദാപുരത്ത് വന്നിട്ട് മൂപ്പര് വിചാരിച്ചത് ഷാർജയിലെ റൂമാണെന്നാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ എഴുന്നേൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉദ്ധരിച്ചപ്പോ അത് ലൈഫാണെന്ന് ഞാൻ തെളിയിച്ചപ്പോ മൗലവിക്ക് മറുപടിയില്ലാതെ മറുപടി മുട്ടിയപ്പോ മൗലവി അതിനെപ്പറ്റി ഒന്നും പറയാതെ മൂപ്പരെന്താ പറയുന്നത്? ഓമോല് ചെയ്തിരിക്കുന്ന ബുഖാരിയിലില്ല. ഞാൻ പറഞ്ഞില്ലേ, ഓമോല് സയ്യിദിക്കും എന്ന് ഇമാമിങ്ങൾ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയിൽ ഓമോ ഇലാ സയ്യിദിക്കും,
ഖൂമൂ ഇലാ സയ്യിദിക്കും. ഇലാ എന്നും ലീ എന്നും വന്നാൽ അർത്ഥം ഒന്ന് തന്നെയാണ്, ഉദ്ദേശം വ്യത്യാസമില്ലെന്ന് ഇമാമികൾ വിവരിച്ചിട്ടുണ്ട്. അർത്ഥം മാറാത്ത വാചകം കൊണ്ട് അതാ റിപ്പോർട്ടുകൾ പറയുന്നതിന് വിരോധമില്ലെന്നത് ഹദീസിന്റെ നിയമങ്ങളിൽ പെട്ടതാണ്. ആ നിലക്ക് മഹാനായ അല്ലാമ ബുജൈരി റഹ്മത്തുള്ളാഹി അലൈഹി ഖൂമൂ ലി സയ്യിദിക്കും എന്ന് ഉദ്ധരിച്ചത് അതാണ് ഞാൻ ഉദ്ധരിച്ചത്. ഖൂമൂ ഇലാ സയ്യിദിക്കും എന്ന് ബുഖാരിയിലില്ലേ? നമ്മളെ വിഷയം എന്താണ്? ഇലാ എന്നാണോ ലീ എന്നാണോ? അല്ല, നമ്മളെ വിഷയം അതാ ഒരാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാമോ എന്നുകൂടെ. പച്ചക്കള്ളം, ആശയപരമായി തന്നെ പച്ചക്കള്ളം വ്യക്തമായി എഴുതിയിട്ടുള്ള നിങ്ങൾ ഇത് അതാ ഇമാമിങ്ങൾ എഴുതിയതുപോലെ ഇല എന്നും ലീ എന്നും ഒരേ അർത്ഥമായതുകൊണ്ട് ഇമാമിങ്ങൾ ഇല എന്ന സ്ഥലത്ത് ലീ എന്നെടുത്തുദ്ധരിച്ചത് അത് ഇമാമിങ്ങളെ കിതാബ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് അതൊരു കളവായി ചിത്രീകരിച്ച് കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച മൗലവി. ഇത് അൽമനാറാണ്. ഇത് ഒരു മൗലവിക്ക് മാത്രം ബാധകമല്ല, നിങ്ങളെ എല്ലാ മൗലവിമാർക്കും ബാധകമാണ്. അൽമനാറിൽ എന്താ ബുഖാരിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞത്? കേട്ടോളൂ. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് ജനങ്ങൾ ഒറ്റക്കും പല സംഘങ്ങളുമായും ഖിയാം റമളാൻ നിർവഹിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അവരെ ഒരു ഇമാമിന്റെ കീഴിലാക്കി, ഒരു ഇമാമിനു കീഴിലാക്കി 11 റക്അത്ത് നിസ്കരിക്കുവാൻ കൽപ്പിക്കുകയാണ് ഉണ്ടായത്. ബുഖാരി ചോദിക്കുന്നു, മൗലവി സഹീഹുൽ ബുഖാരിയിൽ ഇങ്ങനെ ഒരു ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 11 നിസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയിട്ട് കൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസ് ബുഖാരിയിൽ കാണിച്ചു തരാമോ? വെറും സലഫിയോട് മാത്രമല്ല ചോദ്യം, മുജാഹിദാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ സർവ്വ ISM-കാരനോട് ചോദിക്കുന്നു, MSM-കാരനോട് ചോദിക്കുന്നു, എല്ലാ KNM-കാരനോടും ചോദിക്കുന്നു, AP അബ്ദുൽ ഖാദർ മൗലവിയോടും ചോദിക്കുന്നു, ഹുസൈൻ സലഫിയോടും ചോദിക്കുന്നു, എല്ലാ മൗലവിമാരോടും ചോദിക്കുന്നു. നിങ്ങളെ അൽമനാൻ നിങ്ങളെ മുഖപത്രത്തിൽ ബുഖാരിയുടെ പേരിൽ പച്ചക്കള്ളം കൊടുത്തതല്ലേ? ബുഖാരിയിൽ ഇങ്ങനെ ഒരു 11 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു എന്ന് ബുഖാരിയിൽ ഹദീസ് ഉണ്ടോ? ഇത് പച്ചക്കള്ളമല്ലേ? ഇതൊരു വ്യക്തി എഴുതിയതല്ലല്ലോ, അനൗദ്യോഗികമായ പത്രമല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ മുന്നിയൂർ വാക്കബിയുടെ ഒരു പുസ്തകത്തിൽ തറാവീഹിന്റെ എണ്ണം പറഞ്ഞ സ്ഥലത്ത് 20 റക്അത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മറ്റുള്ള വിഷയങ്ങൾ ബുഖാരിയിൽ ഉള്ളതായതിനാൽ അത് എടുത്തുദ്ധരിക്കുന്ന സ്ഥലത്ത് ബുഖാരി എന്ന് കൊടുത്തതിന്റെ പേരിൽ അങ്ങനെ ബുഖാരിയിൽ ഉണ്ടോന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ? അതേ സമയത്ത് ബുഖാരിയിൽ 11 റക്അത്ത് നിസ്കരിക്കാൻ, ഖിയാം റമളാൻ നിസ്കരിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് ജനങ്ങൾ ഒരുമിച്ച് കൂടി കൽപ്പിച്ചതായി ഒരു ഹദീസ് ബുഖാരിയിൽ ഇല്ല കേട്ടോ. എന്തിനാണ് ഇവർ ഈ പച്ചക്കള്ളം പറഞ്ഞിട്ട് ബാക്കിയുള്ളവരിൽ മേൽ കള്ളം വെച്ച് കെട്ടുന്നത്? അൽമനാറിൽ ഇല്ലാന്ന് നിഷേധിക്കാൻ തയ്യാറുണ്ടോ? ആൺകുട്ടികളുടെ നിഷേധിക്കുക, അൽമനാർ കൈപ്പിടിച്ചിട്ടാൻ പറയും. ബുഖാരിയുടെ പേരിൽ കളവ് പറയുന്ന ഈ മൗലവിക്ക് ഒരു പ്രശ്ന. മൗലവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞ മൗലവിയല്ലേ? ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പിടിച്ചു കാണിച്ചിട്ടില്ലേ? എന്നിട്ട് ഇപ്രാവശ്യം വന്ന് 2 ദിവസം വന്നിട്ട് പാട്ടുമാരി പോയല്ലേ മൗലവി? മറുപടി പറഞ്ഞോ? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ കളവ് പറഞ്ഞതാണ്. അങ്ങനെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടെങ്കിൽ അത് കാണിക്കണം എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് അത് ഒറ്റ അക്ഷരയെ പറ്റി പറയാതെ പോയില്ലേ മൗലവി നിങ്ങൾ നാദാവിടുന്ന് പാട്ടും പാടിയിട്ട്? അവന് ചുട്ടവനെ അദ്ദേഹത്തിന്റെ വെല്ലുവിളിയാണ്. അദ്ദേഹം വെല്ലുവിളിക്കുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം വിദേശത്ത് വെച്ച് പ്രസംഗിച്ച പ്രസംഗത്തിൽ ഞാൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കട്ടുകളഞ്ഞു എന്ന് അയാൾ പറയും. ഞാൻ കട്ടതല്ല, അതിവിടെ കാണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കാണിച്ചിട്ടില്ല. എനിക്കത് കക്കേണ്ട യാതൊരു ആവശ്യമില്ല. അയാൾ പറയുന്നത് ഞാൻ പെണ്ണുങ്ങൾ ഇസ്ലാമിക വേഷം ധരിക്കണമെന്നാ പറഞ്ഞത്, ആണുങ്ങളെ പറ്റിയല്ല. എന്നാ പുരുഷന്മാരും നബി പഠിപ്പിച്ചതുപോലെ ചെയ്തു, സ്ത്രീകളും ചെയ്തു എന്ന് പറഞ്ഞാണ് അയാൾ തുടങ്ങുന്നത്. അപ്പൊ പെണ്ണുങ്ങളുടെ കാര്യം ഞാൻ പറയാതിരുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ മുഖവും മുങ്കയും ഒഴിച്ചു മറക്കണം എന്ന് പറയുന്ന മുജാഹിദിന്റെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് എടുത്തു. അങ്ങനെ സ്ത്രീകൾ ആ നിലക്ക് മറച്ചു എന്നാണ് അദ്ദേഹം ദുബായിൽ വെച്ച് പറഞ്ഞത്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ മൗലവിയാണ് കൊണ്ടുവന്ന് കാണിക്കേണ്ടത്. മുങ്കയും മുഖവും ഒഴിച്ചു മറക്കണം സ്ത്രീകൾ എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. മൗലവി വെറുതെ സാധാരണ ആൾക്കാർ പറയും പോലെ അകത്തെടുക്കുന്ന മഴ കൊണ്ടുവന്ന് കാലുമ്പലിട്ടു എന്ന് പറഞ്ഞ പോലെ
ഈ ഒരു ചോദ്യവും കൂടി എന്നോട് ചോദിപ്പിക്കാനാണ് മൗലവി വെല്ലുവിളി നടത്തിയത്. ആ വെല്ലുവിളി നിങ്ങൾ കേട്ടോളൂ, എന്നിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് തീർത്തും നിങ്ങൾക്ക് കേൾപ്പിച്ചും തരാം. കേൾക്കുന്നില്ലേ സഹോദരന്മാരെ? നിങ്ങൾ കേൾക്കുന്നില്ലേ? മുൻകൈ അതെന്തിനാ ഇയാൾ കട്ടത്? മുൻ കേൾക്കുന്നുണ്ട്. മുറിച്ചതല്ലേ ഇയാൾ, കട്ടതല്ലേ ഇയാൾ മുഴുവനും? എന്തിനാ അങ്ങനെ കക്കുന്നത്? ഇയാൾക്ക് ആ പ്രസംഗം മുഴുവൻ ഇവിടെ കേൾപ്പിക്കാൻ ധൈര്യമുണ്ടോ? മുറിച്ചതല്ലേ ഇയാൾ, കട്ടതല്ലേ ഇയാൾ എന്നാ ചോദിക്കുന്നു. എന്തവിടെന്ന് പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. എന്തവിടെന്ന് പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. മുൻകൈയും മുഖവുമൊഴികെ എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ട് പെണ്ണ് പുറത്തേക്ക് ഇറങ്ങാവൂ എന്ന ഇസ്ലാമിന്റെ വേഷത്തെ സംബന്ധിച്ച് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി ഒരൊറ്റ തവണയെന്ന് ക്ലാസ് കൊടുത്തപ്പോഴേക്ക് മജ്ലിസിൽ ക്ലാസ് കേൾക്കാൻ വന്ന സർവ്വ സഹാബാ പെണ്ണുങ്ങളും ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയതെന്ന് ചരിത്രത്തിൽ കാണാം. കണ്ടോ? റസൂലുള്ളാഹിയുടെ സദസ്സ് ക്ലാസ് വെക്കാൻ വന്നവരോട് നബി പറഞ്ഞു മുങ്കയും മുഖവും ഒഴിച്ച് മറക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു? മുങ്കയും മുഖവും അങ്ങോട്ട് ഒഴിവാക്കി കളഞ്ഞു. എന്നിട്ട് ഇസ്ലാമിന്റെ വേഷം ആക്കിയിട്ട് പോയി വന്ന ആളുകൾ ഇങ്ങനെ മുങ്കയും മുഖവും ഒഴിച്ച് മറക്കണം എന്ന് നബി പറയുകയും എന്നിട്ട് ആ ക്ലാസ്സിൽ സ്ത്രീകൾ മുങ്കയും മുഖവും ഒഴിച്ചു മറച്ച് മടക്കി പോവുകയും ചെയ്ത സംഭവം അത് ഏത് ഹദീസിന്റെ ഗ്രന്ഥത്തിലാണ് ഉള്ളത്? അത് മൗലവി വായിച്ച് ഇതുപോലെ CD-യിൽ അല്ല നിങ്ങളുടെ സ്ക്രീനിൽ വെച്ച് കാണിച്ചു തരണം എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഞാൻ പറഞ്ഞിട്ട് 2 ദിവസം വന്ന് പാട്ടും പാടി പോയതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലവി കള്ളം പറഞ്ഞു എന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ക്ലിപ്പിട്ട് കാണിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞത്. എന്നിട്ടൊരക്ഷരം അതിനെപ്പറ്റി മിണ്ടാതെ ഒഴിഞ്ഞു മാറിയില്ലേ മൗലവി? ഇനിയും ആവർത്തിച്ച് ചോദിക്കുന്നു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞ മൗലവിയല്ലേ? അത്തരം മൗലവിമാരുടെ വാക്ക് മൗലു അല്ലേ? തള്ളപ്പെട്ടതല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക് തെളിവിനെ സ്വീകരിക്കാൻ പറ്റുമോ? കാരണം നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞ മൗലവിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ആ ഹദീസ് ഒന്ന് കാണിക്കൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ട് നിങ്ങൾ കാണിച്ചില്ലല്ലോ. പാട്ടും പാടി പോവുകയല്ലേ ചെയ്തത്? നിങ്ങളല്ലായിരുന്നോ നിങ്ങളെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മുൻകൈ എന്ന സ്ഥലത്തുനിന്ന് ഞാൻ മുറിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞൊരു കത്രിക വെച്ചിട്ട് കാണിച്ചിരുന്നത്? ഇപ്പം കത്രികയുടെ പണിയൊക്കെ നിർത്തിയോ മൗലവി? ചോദിക്കട്ടെ, എന്തേ മറുപടി പറയാതിരുന്നത്? ഞാനതിന്റെ വിശദമായ വിവരണവും നിങ്ങൾ കത്രിക വെച്ച് കാണിച്ചതിന്റെ ശരിയായ വിവരണവും നിങ്ങൾ എന്നെ ബാക്കി കേൾപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബാക്കി ഞാൻ കേൾപ്പിച്ചു തന്നതും കഴിഞ്ഞ എന്റെ പ്രസംഗത്തിന്റെ CD-യിലെ മൗലവി ഇപ്പോഴെന്തേ കത്രിക പണി നടത്താത്തത്? എന്തേ അത് പറയാത്തത്? എന്തേ ഉൾവലിഞ്ഞു പോയത്? വിജയമില്ലെന്ന് കണ്ടിട്ടാണോ? പച്ചക്കള്ളം റസൂലുള്ളാഹിന്റെ പേരിൽ പറഞ്ഞിട്ട് ഞാനത് പിടിച്ചതിന്റെ പേരിൽ നാണക്കേടായിട്ടാണോ മൗലവി? ഇനിയൊരു കാര്യം പറയട്ടെ, അള്ളാഹുവിന്റെയും അള്ളാന്റെ റസൂലിന്റെയും പേരിൽ കള്ളം പറഞ്ഞാൽ നരകത്തിലായിരിക്കുന്നതിൽ വല്ല സംശയമുണ്ടോ? മൗലവി പച്ചക്കള്ളം അള്ളാന്റെ റസൂലിന്റെ പേരിൽ പറഞ്ഞില്ലേ മുങ്കയും മുഖവും ഒഴിച്ച് ബാക്കി മറിച്ചിട്ട് പോകണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് എവിടെയെന്ന് ഞാൻ ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞോ? എന്നാൽ അത്തരം ആളുകൾ നരകത്തിലാണ് എന്ന് നേരത്തെ നരകത്തിൽ കിടക്കുന്ന ഓർത്ത് കരുണോളിന്ന് മൗലവി പറഞ്ഞു കേട്ടല്ലോ. നരകത്തിലാണ് എന്ന് മൗലവി പറയാം. അതൊന്ന് കേൾപ്പിച്ചു കൊടുത്തേ. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, റസൂലുള്ളാഹിയുടെ കാലത്ത് നടന്നിട്ടില്ലാത്ത ഒരു സംഭവം, അതല്ലെങ്കിൽ റസൂല് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം എങ്ങനെയാണ് നിങ്ങൾ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്? അത് ശരിയാണോ? അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ നമ്മളോട് പറഞ്ഞത്? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ നരകത്തിൽ അവന്റെ ഇരിപ്പിടം സ്ഥാപിച്ചു കൊള്ളട്ടെ. മൻ ഖാല അലയ്യ മാലം അഖുൽ എന്നും റിവായത്തുണ്ട്, റിപ്പോർട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് എന്റെ പേരിൽ പറയുന്നവന്റെ ഗതി എന്താണ്? നരകത്തിൽ തന്നെയാണ്. അതാ മൗലവി നേരത്തെ പറഞ്ഞ നരകത്തിൽ കിടക്കുന്ന ഓർമ്മിച്ച് കരഞ്ഞോളി എന്ന് മൂപ്പര് പറയാൻ കാരണം അതാ. കാരണം മൗലവി പറഞ്ഞൊന്നും നബി പറയാത്താണെന്ന് മൗലവിക്ക് തന്നെ അറിയാം. ഇനി അടുത്ത എന്താണെന്നറിയോ? മൗലവി പറയുന്നു തലപ്പാവ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വലിയ പ്രശ്നമായിരുന്നു. മൗലവി പറഞ്ഞ് തലപ്പാവ് ധരിക്കുന്നവരോട് എനിക്ക് വെറുപ്പാണ്. അതിന് മുമ്പ് ഒരു കാരണം പറഞ്ഞെന്തായിരുന്നു? അജ്മീറിലൊക്കെ തലപ്പാവ് ധരിക്കുന്ന ആളുകൾ തട്ടിപ്പ് നടത്തുന്നുണ്ട്.
ഇപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഒരുപാട് ആൾ തുണി കൊടുത്തിട്ട് വക്കുന്നുണ്ടല്ലോ, അപ്പം ഉടുത്ത തുണിയും കഴിക്കുമോ മൗലവി എന്ന് ഞാൻ ചോദിച്ചു. ഇനി മൗലവിക്ക് മറുപടി ഉണ്ടായില്ല. പോട്ടെ. പിന്നെ മൗലവി എന്താ പറഞ്ഞ്, ഓരോ സ്ഥലത്ത് ചെന്നാൽ അവിടുത്തെ ഭൂരിപക്ഷം അനുസരിച്ചായിരിക്കും. അപ്പൊ പിന്നെ അമേരിക്കയിലും ലണ്ടനിലൊക്കെ എത്തിയാലും മൂപ്പർ തുണിയും കഴിച്ചാൽ അവസരം കൊടുക്കും. അതൊക്കെ ഞാൻ പറഞ്ഞതാ. എന്നാലേ ഇപ്പൊ മൗലവി വന്നിട്ട് പറയുന്നത് തലപ്പാവിനെ പറ്റി മൂപ്പർ പേരോട് പരിഹസിക്കുക ചെയ്ത്. പരിഹാസമല്ല വേണ്ടത്. എന്റെ ചോദ്യത്തിന് മറുപടി അറിയാൻ വേണ്ടത്. ഞാൻ പരിഹസിക്കായിരുന്നോ ചെയ്തത്? ഞാൻ മറുപടി പറഞ്ഞിട്ടില്ലായിരുന്നോ? അയാൾ പറയുന്നത് കേൾപ്പിക്കുവാനെ എന്ത് നമുക്കൊന്ന് നോക്കാലോ. അയാൾ പറഞ്ഞ പോലെയാണോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറുപടി പറഞ്ഞ് നോക്കാലോ എന്ന് വെച്ചാൽ ഒരു ചോദ്യമുണ്ട്. ഇയാള് എന്താണെന്നറിയോ, ഞാനിവിടെ ഈ തലപ്പാവിന്റെ കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോ തലപ്പാവിന്റെ പോരിശ വിവരിക്കുന്ന ഹദീസുകളൊക്കെ ലഈഫാണ്, ദുർബലമാണ്, വ്യാജമാണെന്ന് പറഞ്ഞിരുന്നു. അതിന് മൂപ്പർ പരിഹസിക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ നിങ്ങളുടെ പരിഹാസമല്ല ആവശ്യമുള്ളത്. പിന്നെ എന്താണെന്നറിയോ, ആ വിഷയത്തിൽ അതാ തലപ്പാവ് കെട്ടി നമസ്കരിച്ചാൽ ഇന്ന പ്രത്യേകതയുണ്ട് എന്ന് പറയുന്ന സഹീഹായ ഹദീസ് വായിക്കല്ലേ വേണ്ടത്. ആ വിഷയത്തിലുള്ള ഹദീസൊക്കെ ദുർബലമാണ്, വ്യാജമാണെന്ന് പറഞ്ഞതിനെ പരിഹസിച്ചിട്ട് എന്താ കാര്യം? എന്നിട്ട് മൂപ്പരിക്ക് ഇങ്ങനെ സീഡിയിൽ കാണിക്കാണ് തല മറച്ചിട്ടുള്ള കുറേ പണ്ഡിതന്മാരുടെ ഫോട്ടോ. എത്രയും കിട്ടൂല, നേരം വെളുക്കോളം അങ്ങനെ കാണിച്ചൂടെ? കുറെ ഫോട്ടോ കാണിക്കുക. ആരാ അവിടെ തലമറക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കാണ്. ആ നിലക്കൊക്കെയുള്ള തെറ്റിദ്ധരിപ്പിക്കലുകളാണ് ധാരാളമായി നടന്നത്. മൂപ്പർ അവസാനം പറയാ മൂപ്പർ തെറ്റിദ്ധരിപ്പിക്കാണ്. ആ നിലക്കുള്ള തെറ്റിദ്ധാരണകളാ മൂപ്പർ ഉണ്ടാക്കുന്നത്, അല്ല ഞാനല്ല. കാരണം ഇയാൾ പറഞ്ഞത് ഞാൻ പരിഹസിക്കായിരുന്നോ ചെയ്തത്? പച്ചക്കള്ളം പറഞ്ഞ മൗലവിയത് പരിഹസിയാ ചെയ്തത്. ഞാൻ എന്താ പറഞ്ഞത് കേട്ടോളി. സുന്നത്താണ് എന്നതിന് ഞാൻ സഹീഹ് മുസ്ലിമിലെ സഹീഹായ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചിട്ട്, എന്നിട്ട് നിങ്ങളെ അൽമനാറും നിങ്ങളെ KM മൗലവിയും DK മൗലവിയും പറഞ്ഞ പുസ്തകങ്ങളും എടുത്തിട്ട് സുന്നത്താണ് എന്ന് തെളിയിക്കാൻ ചെയ്ത്. ഞാൻ പരിഹസിക്കല്ലേ ചെയ്തത്. ഇതിപ്പോ ഇയാൾ പറയാ പരിഹസിക്കാൻ ചെയ്തത്, തെറ്റിദ്ധരിപ്പിക്കാൻ. എന്ത് തെറ്റിദ്ധരിപ്പിക്കാനും? നിങ്ങൾ അൽമനാറല്ലേ ഞാൻ വായിച്ചത്? നിങ്ങളെ പുസ്തകമല്ലേ ഞാൻ വായിച്ചത്? നിങ്ങൾ മൗലവിമാരല്ലേ എഴുതിയത്? ഞാൻ സഹീഹ് മുസ്ലിമിലെ ഹദീസല്ലേ ഉദ്ധരിച്ചത്? ഒന്ന് വെച്ചെടുത്ത പോലെയാണെന്ന് പറഞ്ഞ വാചകം കാണട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒതുവെടുക്കുന്ന സമയത്ത് പോലും തലപ്പാവിന്റെ മേലെ തടകി. ഹദീസ്, ആ ഹദീസാണ് കാണിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ മൂർധാവും തലപ്പാവിന്റെ മേലെയും തടകി. ഇത് പറയുമ്പോ മൗലവിമാർ വേണേ പറയൂ, അതിന്റെ അപ്പുറത്ത് ഹുഫമ തടയുന്നുണ്ട് മൊയ്യാരെ, അതുകൊണ്ട് ഹുഫ സുന്നത്തുണ്ടോ എന്ന് ചിലപ്പോ മൗലവി അടുത്ത വരവിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ എന്നെ മറുപടി അങ്ങോട്ട് പിടിച്ചോ. ഹുഫ ധരിക്കൽ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാര് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് തലപ്പാവ് ധരിക്കൽ സുന്നത്താണെന്ന് പറയാത്ത പണ്ഡിതന്മാരില്ല. ഒന്നാമതായി പറഞ്ഞതാരാണ്? മൗലവി ശരിക്കും മനസ്സിലാക്കണം, മുജാഹിദിന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. KM മൗലവി, TK മൗലവി, EK മൗലവി, ഈ മൗലവിമാരൊക്കെ കൂടി ചേർന്നിട്ട് മുജാഹിദിന്റെ മദ്രസയിൽ പഠിപ്പിക്കാൻ വേണ്ടി അവര് പുറത്തിറക്കിയ പുസ്തകമാണ് കിതാബുൽ അവ്വൽ ഫിൽ അമലിയാത്ത്. ഈ അമലിയാത്ത് എന്ന പുസ്തകത്തിൽ മുജാഹിദിന്റെ മുഴുവൻ മൗലവിമാരും എഴുതുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ, കേട്ടോളൂ. നമസ്കരിക്കുന്നവൻ തന്റെ വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലത് ധരിക്കുന്നതും കുപ്പായമിടുന്നതും തലപ്പാവ് ധരിക്കുന്നതും സുന്നത്താകുന്നു. അപ്പൊ മദ്രസയിലെ പുസ്തകത്തിൽ തന്നെ മുജാഹിദിന്റെ നേതാക്കന്മാര് പഠിപ്പിച്ചതാണ്. അതേ തലപ്പാവ് ധരിക്കൽ സുന്നത്താകുന്നു. പൊളിച്ചെഴുതുന്ന കോലമാനികൾ കാണുന്നത്. പൊളിച്ചെഴുതുകയാണ് പുതിയ മൗലവിമാര്. പഴയ മൗലവിമാര് എഴുതിയത് പൊളിച്ചെഴുതുകയാണ്. അപ്പൊ തലപ്പാവ് സുന്നത്തില്ല എന്നാ ഇപ്പം പറയുന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇനി അൽമനാറാണ് കാണിക്കാൻ പോകുന്നത്. മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറ് വരട്ടെ. അൽമനാറ്, ഈ അൽമനാറ് അതേ മുജാഹിദിന്റെ മുഖപത്രം 1950 കാലത്തിറങ്ങിയ അൽമനാർ എന്ന മുഖപത്രം. അതിലതാ എഴുതുന്നു, മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ തലമറക്കൽ തൊപ്പി കൊണ്ടോ തലപ്പാവ് കൊണ്ടോ എന്തുകൊണ്ടായാലും വേണ്ടില്ല, സുന്നത്താണ്. ഇപ്പൊ മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 1950 പറയുന്നു, തലപ്പാവ് കൊണ്ടോ തൊപ്പി കൊണ്ടോ തലമറക്കൽ സുന്നത്താണ്. ഇപ്പോൾ മൗലവി നാദാബസ് വന്ന് പറയുന്നു അത് സുന്നത്തല്ല, ഞാൻ വിദേശത്ത് നിന്ന് മറിച്ചത് സുന്നത്താണെന്ന നിലക്കല്ല. കണ്ടോ? അപ്പൊ സുന്നത്താണ് എന്നുള്ളതിൽ അവരുടെ മദ്രസയിൽ പഠിപ്പിച്ച പുസ്തകവും മാസികയും സഹീഹ് മുസ്ലിമിന്റെ ഹദീസും ഒക്കെ ഉദ്ധരിച്ചിട്ട് ഇപ്പൊ മൗലവി വന്നിട്ട് എന്താ പറഞ്ഞ്? പരിഹാസമല്ല വേണ്ടത്, മുസ്ലിം പരിഹസിക്കാണ്. ഇത് മൂപ്പര് പറയാ ഇങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് നടന്നത്. മൂപ്പര് തെറ്റിദ്ധരിപ്പിക്കുന്നതേ
ലജ്ജയില്ലാത്തൊരു മൗലവി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി ഞാൻ ചുരുക്കത്തെ, ഈ മൗലവിയെ വിശ്വസിക്കാൻ പറ്റുമോ? അതാണ് മുസ്ലിമീങ്ങൾ ആലോചിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഒന്ന് കേൾക്കണോ? ഇയാൾ കാണിച്ച ഒരു വഞ്ചന. ഇയാള് എന്നെ അയാളെ നാട്ടിലേക്ക് ക്ഷണിച്ച്. എന്തിനാ ക്ഷണിച്ച്? ഞാൻ അയാളോട് ചോദിച്ച്, നിങ്ങളെ ബാപ്പ യാസീൻ ഓതിന്റെ കീസെ പൈസ വാങ്ങിയിട്ടല്ലേ? നിങ്ങളും മുമ്പ് വാങ്ങിയിട്ട് കിട്ടുന്നല്ലേ പറയുന്നത്? ശരിയോ ഏറ്റവും അറിയങ്ങളും അതിലുണ്ടായാൽ കൂടെ പോയിട്ടില്ലേ നിങ്ങളും അന്നേരം? അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ നിന്ന് യാസീൻ ഓതിന്റെ കീസെ പൈസ വാങ്ങിയിടാൻ പാടില്ല എന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? ധൈര്യം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ മൂപ്പരെന്ത് പറഞ്ഞ്, അങ്ങോട്ട് വാ, ഞാൻ എവിടെയും പ്രസംഗിക്കുന്നു. അപ്പൊ ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞ്, എനിക്ക് ധൈര്യം ഉണ്ടോന്നല്ലേ ചോദിച്ചു, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോന്നാ അവിടെ പ്രസംഗിക്കാൻ. എന്നിട്ട് ഞാൻ ഇയാൾ പ്രസംഗിക്കും വിചാരിച്ച് കുറെ ദിവസം കാത്തുണ്ട്. ഇയാൾ പ്രസംഗിക്കാണ്ടായപ്പോ ഞാൻ തന്നെ അവിടെ പോയി. ഞാൻ ചെന്നിട്ടെങ്കിൽ ഇയാൾക്കൊരു ധൈര്യം ഉണ്ടാട്ടെ വിചാരിച്ചിട്ട് പോയതാ. അങ്ങനെ ഞാൻ പോയി പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളെ നാട്ടിലേക്ക് നിങ്ങളെ നാട്ടുകാരൻ മൗലവി ക്ഷണിച്ചിട്ടാ ഞാൻ വന്നതെന്ന് പറഞ്ഞു. മൂപ്പരെന്നെ ക്ഷണിച്ചാണല്ലോ. എന്നിട്ട് ഞാൻ അവിടുന്ന് അതൊക്കെ പറഞ്ഞു പ്രസംഗിച്ച് ഇപ്പൊ ഇയാൾ നാദാവത്ത് വന്നിട്ടേ ഇപ്പൊ മൗലവി പറയുന്നത്, ഞാനുണ്ടോ ഇയാളെ ക്ഷണിച്ചിരിക്കുന്നത്? അതൊന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. മൂപ്പരത് അവതരിപ്പിക്കുന്നോന്ന് കേട്ടോളി, ഒന്ന് വെച്ചു കൊടുത്താ മോനെ. ഞാൻ മൂപ്പരെ ക്ഷണിച്ചോന്ന് എന്റെ മൂപ്പര് ചോദിക്കുന്നത്, ക്ഷണിക്കുകയും ചെയ്തിട്ട് പിന്നെ എന്നോട് ചോദിച്ച് കട്ടുപ്പാറയിൽ പ്രസംഗം തുടങ്ങുമ്പോ തന്നെ മൂപ്പര് പറഞ്ഞാൽ എന്താ അറിയോ? മൗലവിനെ ഇവിടെ കാണാലോ, മൗലവി എന്നെ ക്ഷണിച്ചിട്ടാ ഞാൻ ഇവിടെ വന്നത്. ഞാൻ ഇവിടെ മുജാഹിദീങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഇവിടെ കട്ടുപ്പാറ വന്നിട്ടുള്ളത്. അപ്പൊ എന്നിട്ട് മൂപ്പര് പറയുന്നത്, അതുകൊണ്ട് ക്ഷണിച്ചാൽ ആ ക്ഷണിച്ചയാൾ സ്ഥലത്തുണ്ടാകൽ മാന്യതയാണ്. അതുകൊണ്ട് എന്റെ പ്രസംഗം തീരുന്നതിന് മുമ്പെങ്കിലും മൂപ്പര് ഇവിടെ എത്തുന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് തുടങ്ങുന്നതെന്ന് കേട്ടോളൂ. ആദ്യമായി നിങ്ങൾക്ക് എന്നെ ക്ഷണിക്കുന്ന വാചകം ഞാൻ കേൾപ്പിച്ചു തരാം. നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. പ്രസംഗിക്കാൻ അവിടെയല്ലേ എവിടെയും പ്രസംഗിക്കും. അതെ, അപ്പൊ എന്നെ ക്ഷണിച്ചതാണ് കേട്ടത്. കണ്ടോ, ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? എങ്ങനെ എങ്ങനെ മൂപ്പര് പറഞ്ഞു ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ടതാ? അങ്ങോട്ട് വാ നാട്ടിലേക്ക് പറഞ്ഞ പിന്നെ ഇതെന്തെങ്കിലും അത് സ്വപ്നം കണ്ടതാ? ഒന്ന് വെച്ചോട്ടെ, രണ്ടും കൂട്ടിയിട്ടൊന്ന് വെച്ചോട്ടാ മനെ. അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? അങ്ങോട്ട് വാ നാട്ടിലേക്ക്, അങ്ങോട്ട് വാ നാട്ടിലേക്ക്. ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ? എങ്ങനെയുണ്ട്? സുബ്ഹാനല്ലാഹ്, ഇയാളാ ഏത് ആശുപത്രിയിലാണ് കൊണ്ടുപോകേണ്ടത്? നിങ്ങൾ ആലോചിച്ചതോ? എന്നിട്ട് ഇയാൾ ഇപ്പൊ പറയുന്നത് മൂപ്പർക്ക് അറിയാം, മൂപ്പര് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ സദസ്സിനെ നാദാപുരത്തെ സദസ്സിനെ സ്റ്റേജ് മുന്ന് ആരോ പറഞ്ഞു തോന്നുന്നു, അത് മോശമായി പോയല്ലോ എന്നാരോ പറഞ്ഞു. അപ്പൊ മൂപ്പര് ഉടനെ തന്നെ സമ്മതിക്കാണ്, ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, ക്ഷണിച്ച് കേൾക്കാനാണ്, പ്രസംഗിക്കാനല്ല, ക്ഷണിച്ച് കേൾക്കാനാണ്. മൂപ്പര് ഉടനെ മാറ്റി പറയാണ്, ക്ഷണിച്ച് കേൾക്കാനാണ്. എന്നാ മൗലവി ഞാൻ കേൾക്കൂലൈനോ? നിങ്ങൾ വരണ്ടേ? മൈക്കും കൂടി ഞാൻ തന്നെ തരൂലൈനോ? എന്നാ പോട്ടെ, കേൾക്കാനാ ക്ഷണിച്ചെങ്കിൽ മൗലവിനോട് ചോദിക്കട്ടെ, നിങ്ങൾ നാലാപുരത്ത് നിന്ന് പ്രസംഗം കേൾക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചൂലേ? എന്നിട്ട് ഇതുവരെ നിങ്ങൾ കട്ടുപാറ പ്രസംഗിച്ചോ? ഇന്നലെ പ്രസംഗിച്ചോ? മൂപ്പര് പറഞ്ഞ കേട്ടോ, നിങ്ങൾ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് കേൾക്കാനാണ്. മൂപ്പര് ആദ്യം പറഞ്ഞ ക്ഷണിച്ചിരോന്നാ, പിന്നെ മൂപ്പര് പറഞ്ഞത് ക്ഷണിച്ചിട്ടുണ്ട് കേൾക്കാനാണ്. സമയത്ത് വന്നോ നാട്ടിലേക്ക് കേൾക്കാന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ എവിടെയും പ്രസംഗിക്കും, അത് വന്നോ കേൾക്കാന്നാ ഞാൻ പറഞ്ഞത്. കേട്ടാ, അങ്ങോട്ട് വന്നോ കേൾക്കാനെന്നാ ഞാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടില്ല അയാൾ പറഞ്ഞ വാചകം നേരത്തെ? അയാൾ അങ്ങോട്ട് വന്നോ കേൾക്കാനെന്ന് അയാൾ പറഞ്ഞോ? അങ്ങനെ അയാൾ പറഞ്ഞിട്ടേ ഇല്ല, അത് പച്ചക്കള്ളാണ്. എന്നാ പോട്ടെ, അങ്ങനെയാണ് ഇത് വെക്കുക. എന്നാ ഇയാൾ ഇതുവരെ അവിടെ പ്രസംഗിച്ചോ? എന്നെ വഞ്ചിച്ചല്ലേ, വാക്ക് പറഞ്ഞ് വഞ്ചിച്ചല്ലേ? ഇയാൾ ഇതുവരെ ആയിട്ടാണ് പ്രസംഗിച്ചോ? പിന്നെ എന്തേ മൂപ്പര് പ്രസംഗിക്കാതിരുന്നത്? ഇനി മൗലവിന്റെ ഓരോരോ തട്ടിപ്പ്. ഇനി മൗലവിക്ക് എന്താ ഒരു പരിഹാസം കേൾക്കണത്? മൗലവി എന്നെ കൊണ്ട് പറയുന്നത്, ഇയാൾ എന്റെ നാട്ടിൽ വന്നിട്ട് ബയസറിയിച്ചു. മൗലവി പറയാ, എന്നിട്ട് വാസ്തവത്തിൽ മൂപ്പര് വയസ്സ് അറിയിക്കാനേ. അതാ കേൾക്കാൻ വന്ന്. അത് നല്ല രസമുള്ള പരിപാടിയാണ്. മൂപ്പര് പറയുന്നത് എന്താ പറഞ്ഞറിയോ? മൂപ്പർക്ക് ഇപ്പൊ മനസ്സിലായി പോലും ഞാൻ 5 വയസ്സിന് മൂപ്പരെ മൂത്തതാണ്. എനിക്ക് കുറച്ചും കൂടി മുട്ടിയാലുണ്ടല്ലോ മൗലവി നല്ലോണം മൂത്തതാണെന്ന് മനസ്സിലാവും കേട്ടോ. 5 വയസ്സിന് മൂത്തതാന്ന് ഇപ്പൊ മൗലവിക്ക് മനസ്സിലായി. ഒന്ന് വെച്ചെടുത്താവനെ മൂപ്പര് പറയുന്നത് കണക്ക്. മൂപ്പരൊന്ന് അറിയിക്കട്ടെ, വയസ്സറിയിക്കട്ടെ. 965 ഇനി ബാക്കി നിങ്ങൾ എത്ര കൂട്ടിക്കോളൂ. 965 ഡേറ്റ് ഓഫ് ബർത്ത്.
അപ്പം എത്രയോ 42 എത്ര വരിക? എത്ര കൂട്ടിക്കോ. അപ്പൊ ഞങ്ങൾ തമ്മിൽ 5 വയസ്സിന് മൂപ്പര് മൂത്തതാന്ന് മനസ്സിലായില്ലേ? ശരി, അത് മൂപ്പരെ വയസ്സറിയിച്ചതാണത്. 965 ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോ നിങ്ങൾ കൂട്ടിക്കോളി എത്രയായിട്ടുണ്ടാവുക. മൂപ്പർക്കാവുന്ന കൂട്ടാൻ കഴിയൂല. മൂപ്പര് ബാക്കിയുള്ളവർ കൂട്ടിക്കൊട്ടണം മൂപ്പരെ വയസ്സേ. പാവം. എന്നിട്ട് മൂപ്പര് കൂട്ടിയിട്ട് പറയാണ്, എന്ത് ഞാന് 1959 ജനിച്ചു ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ വെച്ച് 5 വയസ്സിന് ഞാൻ മൂത്തതാണെന്ന് മൂപ്പർക്ക് ഇപ്പൊ മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായി. ഇതെന്താ പറയുന്നു കേട്ടോ. മൂപ്പര് എന്നെ പറയുന്നുണ്ട്, ഞാൻ 1959 ജനിച്ചതിനെ പറ്റി മൂപ്പര് അറിയോ? എന്റെ നാട്ടിൽ വന്നിട്ട് വയസ്സറിയിച്ചു എന്നല്ല. ഇപ്പൊ ഇയാൾ ഈ അറിയിച്ച എന്തെന്നാ പ്രായ അവന് കൊടുത്തവനെ വയസ്സറിയിച്ചു തന്നെ. അത് മനസ്സിലാക്കി വെച്ചോ. ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിയില്ലേ? കിട്ടി. ഇപ്പൊ വയസ്സറിയിച്ചു. അതെന്നെ സ്വീപ്പാക്കിട്ട് പറഞ്ഞതാ. അപ്പൊ മറ്റേ മൂപ്പരോ 65 തന്നെ അന്നേരം കിട്ടുക. ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ഡേറ്റ് ഓഫ് മൗത്ത് കിട്ടുക. എന്നിട്ട് മൂപ്പര് കഥാടൊന്നുമല്ല രസോ. മൂപ്പരൊരു കാര്യമായി പറഞ്ഞറിയോ? ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഒരു 10-15 കൊല്ലം മുമ്പ് ഞാൻ പുല്ലൂക്കര ജമാഅത്ത് ഓതി പഠിക്കുന്ന കാലത്ത്, കുട്ടിയായിരുന്ന കാലത്ത് ഇയാൾ മുട്ടിയിരുന്നു. 10-15 കൊല്ലം നടത്തി. അത് മൂപ്പരം നേരിയോ 10-15 കൊല്ലം മാറ്റിയിട്ട് 15 കൊല്ലം മുമ്പ് ഞാൻ ഏറ്റുമുട്ടിന്ന് ഇയാൾ പറഞ്ഞ് 10 കൈ കഴിഞ്ഞു. എന്നിട്ട് 15 കൊല്ലം മുമ്പ് മുട്ടിന്ന് ഇയാൾ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് മൂപ്പർ എന്താ പറയാറിയോ? അപ്പോ അന്ന് എനിക്ക് എത്ര വയസ്സുണ്ടാവും? മൂപ്പര വയസ്സ് മൂപ്പർ കൂട്ടുകാർ. അന്ന് എത്ര വയസ്സുണ്ടാവും? വെറും 15 മൂപ്പർ കൂട്ടുന്നുള്ളൂ. എന്റെ 10-15 മൂപ്പർ കിട്ടോ ഒഴിവാക്കി. ഞാൻ പറഞ്ഞതിനർത്ഥം സുമാറാണ്. ഒരു 10-15 തന്നെ 25, 20, 15 ഒക്കെ ആ ഒരു രൂപത്തിലുള്ള സംസാരം ഞാൻ സംസാരിച്ചാണ്. അത് മൂപ്പർ 15 മാത്രമാക്കി. മൂപ്പർ കണക്കൂട്ടിയിട്ട് പറയാണ്, 15 വയസ്സ് കുറച്ചാല് അന്ന് ഇയാൾ പ്രസംഗിക്കുമ്പോ ഇയാൾക്ക് എത്ര വയസ്സ്? എനിക്ക് എത്ര വയസ്സ്? 32 വയസ്സിൽ ഇയാൾ കുട്ടി. എന്നെ കൊണ്ട് പറയാ 32 വയസ്സിൽ ഇയാൾ കുട്ടി. എന്നാ അതൊന്നാ ഞാൻ കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു രസം ഞാൻ കേൾപ്പിച്ചു തരാം. നല്ല രസമുള്ളൊന്ന് കേൾപ്പിച്ചു തരാം. ആദ്യം അതൊന്ന് കേട്ടോളി. മൂപ്പര് പറയുന്നത്, ഈ കാലത്ത് ഞാൻ പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ പോകുന്ന കാലത്ത് കടവത്തൂർ ഭാഗത്ത് മൗലവി ഞാനും തമ്മിൽ മുട്ടിയിരുന്നു. മൗലവി അന്ന് കടന്നതാണ് ഷാർജയിലേക്ക്. പിന്നെ മൗലവിയെ കണ്ട പിന്നെ ഇപ്പൊ അടുത്ത് നാദാപുരത്തൊരു 10-15 കൊല്ലം കഴിഞ്ഞിട്ടാണ്. കേട്ടോ, അന്ന് ഞാൻ കുട്ടിയായിരിക്കുമ്പോ മുട്ടി. പിന്നെ ഇപ്പൊ 15 കൊല്ലം കഴിഞ്ഞിട്ട് കാണുകയാണ് 32 വയസ്സുള്ള കുട്ടി പുല്ലൂക്കരയിൽ ഓതി പഠിക്കുകയാണ്. 32 വയസ്സുള്ള കുട്ടി. 10-15 എന്നുള്ള മൂപ്പര് 10 ഒഴിവാക്കിയിട്ട് 15 മാത്രമാക്കി. അതുകൊട്ടെ 32 വയസ്സുള്ള കുട്ടി ഞാന്. ഞങ്ങൾക്ക് എനിക്ക് കേൾക്കാൻ പോകുന്നറിയോ? ഇയാൾക്ക് ഇപ്പം 42 വയസ്സായി. ഇയാൾ കുട്ടിയാന്ന് ഇയാൾ പറയുന്നു. അതാ എനിക്ക് കേൾക്കാൻ പോകുന്നത്. ഇപ്പൊ അയാൾക്ക് 42 വയസ്സായി. 42 വയസ്സായ അയാളെ പറ്റി അയാൾ എന്ന് പറയുന്നത് കുട്ടി. അതെന്ന് വെച്ചിട്ടവനെ പണ്ട് നാട്ടുകാർ അത്ഭുതപ്പെട്ടു. ആ കുട്ടി ചീത്ത പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. പണ്ട് നാട്ടുകാർ അത്ഭുതപ്പെട്ടു. ആ കുട്ടി ചീത്ത പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. അതിന്റെ വിഷയം മനസ്സിലായോ? ഞാൻ കട്ടുപ്പാറ പോയിട്ട് ഇയാളെ ആലിമീകളെ ചീത്ത പറഞ്ഞുള്ള ക്ലിപ്പ് വെച്ചു സംസാരിച്ചല്ലോ. അപ്പൊ ഇങ്ങളെ മൗലവി ചീത്ത പറയുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോ അയാളെ നാട്ടുകാരിങ്ങനെ ആലോചിച്ചു വരുന്നത്, ആ കുട്ടി ചീത്ത പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. ഇപ്പൊ വയസ്സെത്രയാ മൗലവി? 42 വയസ്സുള്ളപ്പോൾ ഹുസൈൻ സലഫി കുട്ടി, 32 വയസ്സുള്ളപ്പോ പേരോട് കുട്ടി എന്ന് പറഞ്ഞ സബുൽ ഭൂമിക്കാത്ത്. ഏത് മൗനമാണ് മൗലവി? എത്ര നാവാണ് കൂട്ടരേ, എത്ര നാവാ മൗലവി? എന്നാ ഈ മൗലവിക്ക് ഇങ്ങനത്തെ ഒക്കെ ഒന്ന് നിർത്തിക്കൂടെ? മുമ്പൊരിക്കൽ നാദാവത്ത് പറഞ്ഞ് പേരോടെ വിടൂലാന്നൊന്നും ആധുനിക യുവത്തി പറയാൻ പാടില്ല. കുറച്ചേരം മൗലവി പേരോടെ വിടൂല. അപ്പൊ ഒരു പൗരാണിക യുഗത്തിലാണ്. ഞാൻ മുമ്പ് കാണിച്ചതാണ്. എന്നിട്ടും മൗലവി ഇങ്ങനത്തെ വിട്ടില്ലല്ലോ. കുറച്ച് കൊണ്ടാ പഠിക്കണ്ടേ ഈ മൗലവി? കൊണ്ടാലും കണ്ടാലും പഠിക്കാത്തൊരു മൗലവി. ഇനിയും നിങ്ങൾ കേൾക്കാൻ പോകുന്ന വേറൊരു രസ. മൂപ്പര് കാന്തപുരം ഉസ്താദിനെ ചീത്ത അറിഞ്ഞു. ആ ചീത്ത പറഞ്ഞ ആദ്യം ഒന്ന് കേട്ടോളി. എന്നിട്ട് ഇയാൾ ചോദിക്കുന്നുണ്ട്, ഞാനാണോ ചീത്ത പറഞ്ഞത്? അയാൾ ചീത്തയും പറഞ്ഞ അയാൾ ചോദിക്കുക, ഞാനാണോ പറഞ്ഞത്? അത് ചോദിച്ചാ ചീത്ത പറഞ്ഞത് ആദ്യം വെച്ചോളൂ. ഇബ്ലീസ്, ഫിർഔൻ, ഖാറൂൻ, ഹാമാൻ, കാന്തപുരത്തെയാണ് ചീത്ത പറഞ്ഞത് നിങ്ങളുടെ നാട്ടുകാരൻ മൗലവീൻ. ഞാൻ പറഞ്ഞോ ഞാനാണോ പറഞ്ഞത്? എന്താ ഞാനാണോ പറഞ്ഞത്? എന്നാ ഇയാൾ ജിന്നായിരിക്കും കേട്ടോ. ഞാൻ പ്രസംഗിച്ചിട്ടേ അല്ല, എന്റെ ജിന്നായിരുന്നു. എന്നെ സ്വീപ്പാക്കിയിട്ട് പറഞ്ഞതാ. ഓരോന്ന് പോയിട്ട് കൊള്ളുന്നത് എഞ്ഞത്തേക്കാ. ഇനി കേട്ടോ, ഇനി മൂപ്പര്
പറയുന്ന കണക്ക് മദീനത്ത് ഇസ്തിഗാസ ഇല്ല പോലും, ജാറബ് ഇല്ല പോലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മദീനത്ത് പോയ ഏതൊരാൾക്കും കണ്ടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ 4 ഭാഗത്തുമുള്ള ചുവര് കെട്ടി ഉയർത്തി അതിന്റെ മേലെ വലിയ പച്ചക്കൊമ്പ ഉണ്ടാക്കി. ഞാൻ ആ കൊമ്പ കാണിച്ചില്ല, ഇനിയും വേണേ കാണിച്ചു തന്നേക്കാം. പിന്നെ പറഞ്ഞ് അവിടെ പട്ടി ഖബറ് മൂടല്, ജാറം മൂടലില്ല, മൂടിയ പച്ചപ്പട്ട് എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ നമ്മൾ അറേബ്യയിലെ പത്രത്തിൽ നിന്ന് നമ്മൾ നേരത്തെ എടുത്തു ധരിച്ചതല്ലേ. പിന്നെ എന്താ പറഞ്ഞത്, അവിടെ ഇസ്തിഗാസ ഇല്ല. മദീനത്തെ പള്ളിയുടെ ചുവരിന്റെ മുകളിൽ ഇസ്തിഗാസ എഴുതി വെച്ചത് പച്ചയായിട്ട് കാണുന്നതല്ലേ. ഇയാൾ പച്ച കള്ളം പറഞ്ഞിട്ടോളി വെച്ചിട്ട് കണ്ടോ. ഞാൻ പറഞ്ഞത് എന്താ, മക്കയിലേക്കും മദീനയിലേക്കും ചൂണ്ടിക്കോ, അവിടെ ചെയ്തോ. അവിടെ നടക്കുന്ന ആശയങ്ങളും കാര്യങ്ങളൊക്കെ ഇസ്ലാമികമായിട്ടുള്ള പല സംഗതികളിൽ പെട്ടതാണ്. അവിടെ ഇസ്തിഗാസ അള്ളാഹു അല്ലാത്തവരോടില്ല, അള്ളാഹുവോട് മാത്രമാണ് ഇസ്തിഗാസ. അവിടെ ഖബർ കെട്ടിപ്പടുക്കലില്ല, ജാറം മൂടലില്ല. അവിടേക്കൊന്നും നിങ്ങൾക്ക് ചിന്തിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മദീനത്തെ പള്ളിയിലെ ജാറം ഞങ്ങൾ പൊളിക്കൂന്ന് വരെ മറ്റേ മൗലവി പറഞ്ഞില്ലേ, ഇല്ലാണ്ടെങ്കിൽ ഞാൻ വിളിക്കുക, ഇല്ലാത്ത ജാറം പൊളിക്കേ. അത് ശരി, ഇവര് മാനസിക രോഗികളാ, ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ കൈകൊണ്ട് കളിക്കുക. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച്, അത് പൊളിക്കാൻ സൗദി ഗവൺമെന്റ് ധൈര്യമില്ല, ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ പൊളിക്കുന്നതിനേക്കാൾ എളുപ്പം പറഞ്ഞ അങ്ങനെ സാധനമില്ല. ഇതെന്തോരു മൗലവിയാണ്. ഇസ്തിഗാസ يا خير من دفنت بالقاء يعلم فطاب من طيبهن القاء واللكم نفسي فداء لقبر أنت ساكن فيه العفاف وفيه الجود والكرم. മദീനത്തെ ചുമരിന്റെ മേലെ, പള്ളിയുടെ ചുമരിന്റെ മേലെ, ജാറത്തിന്റെ ചുമരിന്റെ മേലെയില്ലേ, അതുപോലെ മറ്റു ചില പദ്യങ്ങൾ ഈ മൗലവി തന്നെ സമ്മതിച്ചതല്ലേ. 200 കൊല്ലം മുമ്പ് എഴുതിയതാണെന്ന്. മദീനത്ത് ഇസ്തിഗാസയില്ലേ. ഇപ്പൊ മൗലവി പറഞ്ഞു, ഞാൻ പറഞ്ഞത് അവിടെ ഇസ്തിഗാസ ഇല്ലെന്നാണ് പോൽ. മൗലവി എന്നാ പറഞ്ഞ കള്ളമാണ് കേട്ടോ. അവിടെ ജാറം കെട്ടിയിട്ടില്ലെന്നും അതുപോലെ കുബ്ബയില്ലെന്നും പറഞ്ഞാൽ അത് കളവാണ് മൗലവി. പിന്നെ മൂപ്പൻ എന്താ പറഞ്ഞത്, പിന്നെ മൂപ്പര് പറയുന്നത് അവിടെ 5 നേരം സ്ത്രീകൾ നിസ്കരിക്കാൻ വരുന്നുണ്ട്. ഇവിടുന്ന് നിസ്കരിക്കാനാണോ മദീനത്ത് പോകുന്നത്, നിസ്കരിക്കാനാണോ മക്കത്തേക്ക് പോകുന്നത്? തവാഫിന് വരുന്നതല്ലേ മൗലവി, ഹജ്ജിന് പോകുന്നതല്ലേ, സിയാറത്തിന് പോകുന്നതല്ലേ? പിന്നെ മൂപ്പര് പറഞ്ഞു അവിടെ ബദരീങ്ങളെ ആണ്ടില്ലെന്നാണ്. ആര് പറഞ്ഞു? അവിടെ ബദരീങ്ങളെ ആണ്ട് ഉണ്ടെന്ന് മാത്രമല്ല, ബദർ മൗലിദ് വളരെ കൃത്യമായി തന്നെ അവിടെ എത്രയോ മഹാന്മാരുടെ വീടുകളിൽ സാധാ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി ചെല്ലുന്നില്ലേ? നിങ്ങൾ വന്നാൽ ഞാൻ കാണിച്ചു തരാമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ മക്കയിലോ മദീനയിലോ ചെന്ന് SOSന്റെ പ്രവർത്തകരോട് ചോദിച്ചാൽ അവർ കൊണ്ടുപോയി കാണിച്ചു തരുമല്ലോ. പിന്നെ മൂപ്പര് പറയുന്നതാണ് റബീഉൽ അവ്വൽ അവിടെ ആഘോഷമില്ലെന്നാണ്. ഓ മൗലവി, മക്കാ ശരീഫിൽ ഈ അടുത്ത കാലത്ത് ജീവിച്ചു വഫാത്തായി പോയ സയ്യിദ് മുഹമ്മദ് അലവിൽ മാലിക് റബീഉൽ അവ്വൽ മൗലിദിനെ തെളിവ് പറഞ്ഞുകൊണ്ട് കിതാബ് തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്ന് മാത്രമല്ല അവിടെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന മൗലിദ് നടക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിലും ജിദ്ദയിലും മറ്റും എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടല്ലോ. കള്ളം പറയുകയല്ലേ മൗലവി? എന്നിട്ട് മൗലവി പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ കാരന്തൂരിലേക്കാണ് തിരിയേണ്ടത്. ഞങ്ങൾക്ക് മക്കയിൽ തന്നെ സംഭവങ്ങൾ മുഴുവനും ഉണ്ട് കേട്ടോ, മദീനയിലുണ്ട് കേട്ടോ. ഞങ്ങളെ സ്ത്രീകളോ അല്ലെങ്കിൽ മുഅ്മിനാത്തുകളായ സ്ത്രീകളോ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി അവിടെ പോകുന്നില്ല. കാരണം മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്ത റൂമിൽ കിടക്കുന്ന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നിസ്കരിക്കാൻ വേണ്ടിയ പള്ളിയിലേക്ക് ഇങ്ങ് വന്നിട്ടില്ലെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഇമാമുന ശാഫിഈ. മക്കയിലും മദീനയിലും താമസിച്ച് പഠിച്ച മഹാനാണ് കേട്ടോ. എന്ന് മാത്രമല്ല, ആ ആയിഷ ബീവി അടക്കമുള്ള മഹദികളോട് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറെന്ന് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹിനെ ധിക്കരിച്ചുകൊണ്ട് സ്ത്രീകൾ പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുന്നത് പുണ്യമാണെന്ന് പറയുന്ന നിങ്ങൾ മതം അട്ടിമറിച്ചവരാണ് കേട്ടോ.
ഇനി ഒന്നുകൂടി പറയട്ടെ, അവിടെ 2 ബാങ്കുണ്ട്. ഏത് ഭാഷക്കാർക്കും അറബിയിലുള്ള ഖുത്ബയാണ്. അവിടെ തറാവീഹ് 20 സുബ്ഹാനല്ലാഹ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതൊക്കെ ബിദ്അത്താണെന്ന് പറയുന്ന നിങ്ങളോട് നമ്മളെ ചോദ്യമാണ്, നിങ്ങൾ അങ്ങോട്ട് തിരിയുന്നതെങ്കിൽ ബിദ്അത്തിന്റെ കേന്ദ്രത്തേക്ക് തിരിയാമോ? മൗലവി ചോദിക്കുന്നുണ്ട്, അവിടെ ബിസ്മി ഉറക്ക ഓതുന്നുണ്ടോ? മൗലവി, അവിടെ ഇമാമത്ത് നിൽക്കുന്നവർ ഹംബലി മദ്ഹബുകാരാണ്. ഹംബലി മദ്ഹബുകാർ ബിസ്മി ഉറക്ക ഓതരുത് എന്ന ശാഫിഈ മദ്ഹബ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ശാഫിഈ മദ്ഹബിന്റെ കിതാബുകളിൽ പറഞ്ഞത് ഓരോരുത്തരും അവരവരുടെ മദ്ഹബ് അനുസരിച്ച് ജീവിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഹംബലി മദ്ഹബുകാരായ ഇമാമിങ്ങൾ അവിടെ ബിസ്മി ഉറക്ക ഓതാതെ നിസ്കരിക്കണമെന്ന് പറയുന്ന ഞങ്ങളോട് അവിടെ ബിസ്മി ഉറക്ക ഓതാത്തത് കൊണ്ട് നിങ്ങളെങ്ങനെ കണ്ട് തിരിയാതെ ചോദിക്കുന്നത് വിവരക്കേടല്ലേ മൗലവി? ഹംബലി മദ്ഹബിൽ ഉറക്ക ബിസ്മി ഓതുന്ന ഏർപ്പാടില്ല. നേരെ മറിച്ച് ഒരു മദ്ഹബും സ്വീകരിക്കാതെ തോന്നിവാസം ബിസ്മി കട്ടതിങ്ങളും ഹംബലി മദ്ഹബ് അനുസരിച്ച് ബിസ്മി ഓതുകയും അതേസമയത്ത് ഖുനൂത്ത് ഓതുകയും അതേസമയത്ത് വായിൽ വെള്ളം കൊപ്പിളിക്കൽ നിർബന്ധമാണെന്ന് പഠിപ്പിച്ചു വായിൽ വെള്ളം കൊപ്പിളിക്കുകയും ജമാഅത്തായി നിസ്കരിക്കൽ നിർബന്ധമാണെന്നോ ഷർത്താണെന്നോ പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഹംബലി മദ്ഹബുകാരും അതേസമയത്ത് ഹംബലി മദ്ഹബിന്റെ ഒരൊറ്റ നിയമവും എടുക്കാതെ തോന്നിവാസം പറയുന്ന മൗലവിമാരും ഒരുപോലെയാണോ? വിവരക്കേട് അതാവരുത്തി വന്ന് വിളമ്പുന്നത് എന്തിനാ മൗലവി? മൂപ്പര് പറയുന്നു, മൂപ്പര് സലാത്ത് ചൊല്ലണേന്ന് ജനങ്ങളോട് പറഞ്ഞു. എന്നിട്ട് മൂപ്പര് ചൊല്ലിയില്ല. 48 പ്രാവശ്യം ഒരേ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞ് ചൊല്ലിയില്ല. ഇത് ഞാൻ എടുത്ത് അവിടുന്ന് കേൾപ്പിച്ച് നാട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. മൂപ്പർക്ക് ഭയങ്കര വിഷമായി. അപ്പൊ മൂപ്പർ എന്ത് ചെയ്തു? ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിരുന്നു, 1-2 പ്രാവശ്യമൊക്കെ വിട്ടുപോലെ സാധാരണയാണ്. ഞങ്ങളോടങ്ങനെ വിട്ടുപോകുന്നതിന് ഞങ്ങൾ അവസാനം കുറെ സ്ഥലത്ത് ചെല്ലാറുണ്ട് ഇത്. ഞാൻ മൗലവി എന്താ ചെയ്തെന്നറിയോ? മൗലവി പറയാണ്, 4 ദിവസത്തെ എന്റെ പ്രസംഗത്തിൽ ചില ഭാഗങ്ങൾ മുറിച്ചെടുത്തിട്ട് ഞാൻ സലാത്ത് വിട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഒരൊറ്റ വീർപ്പിൽ ഞാൻ അവിടുന്ന് സംസാരിച്ചത്. അതായത് ഒരൊറ്റ പറച്ചല് 48 സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞു സലാത്ത് ഇല്ല. ഞാനപ്പോ തന്നെ പറഞ്ഞു 1-2 പ്രാവശ്യമൊക്കെ സാധാരണയാണ്. എന്റെ മൂപ്പർ എന്താ ചെയ്തറിയോ? ചില ഭാഗങ്ങളിൽ അങ്ങനെ പറഞ്ഞു പോയി എന്നാ മൂപ്പർ പറഞ്ഞു കേൾപ്പിച്ച്. ഒന്ന് വെച്ചോട്ടെ. എന്നിട്ട് എന്താ ചെയ്തെന്നറിയാവോ? എന്റെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ കേൾപ്പിച്ചിട്ട് പറയുന്നു, എല്ലാവരോടും അയാൾ പറയാണ്, എണ്ണിക്കോ എണ്ണിക്കോ. ഞാൻ എവിടെയൊക്കെ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു നീ എണ്ണാൻ പറയാണ്. ഇങ്ങനെ ജനങ്ങളെ കൊണ്ട് ഇങ്ങനെ എണ്ണിക്കുന്നു. എണ്ണിച്ചിട്ട് പറയുന്നു, കണ്ടോ. അപ്പോ ചില ഭാഗങ്ങൾ അയാൾ പറയും, ചില ഭാഗങ്ങൾ മുറിച്ചെടുത്തിട്ടാ ഞാൻ പറഞ്ഞത് ഒറ്റ ഒരു ഭാഗത്ത്. എന്നാൽ മൂപ്പറിന്റെ എന്താ ചെയ്തെന്നറിയോ? എന്റെ പ്രസംഗത്തിൽ അവരെ ഉദ്ധരണി വായിക്കുന്ന സ്ഥലം, അവര് പറഞ്ഞ വാചകങ്ങൾ ഉദ്ധരിക്കുന്ന സ്ഥലം, ഇടയ്ക്കെങ്ങാനും 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ വിട്ടുപോയ സ്ഥലം, അത് മൂപ്പര് ആവർത്തിച്ചുകൊണ്ട് വെച്ചിട്ട് ഞാനും അങ്ങനെ തന്നെ സലാത്ത് അല്ലാതിരിക്കാറുണ്ട്. ഇത് പല സ്ഥലത്തുനിന്ന് ഓരോന്ന് മുറിച്ചെടുത്തിട്ട് കൂട്ടിയിട്ട് മൂപ്പര് എന്ത് ചെയ്യാ പേരോടും അങ്ങനെ തന്നെ ഒരുപാട് സലാത്ത് അല്ലാതിരുന്നിട്ടുണ്ട്. നാണുണ്ടോ ഈ മൗലവിക്ക്? അത് വെച്ചു കൊടുത്താട്ടെ. അതൊന്ന് കേൾപ്പിക്കുന്നു. ാണെന്നറിയോ? മുഹമ്മദ് നബിക്ക് ആഖിറത്തിൽ രക്ഷ, മുഹമ്മദ് നബി അങ്ങ് രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിച്ചിങ്ങളെ പ്രാർത്ഥന അല്ലെങ്കിൽ നബിന്റെ കാര്യം സങ്കടം തന്നെ. അവര് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് മുഹമ്മദ് നബി പ്രാർത്ഥിച്ചു എന്ന് മൗലവി വാദപ്രവാസിക്ക്. അതിന് അല്ലാഹുവിന്റെ റസൂൽ ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇല്ലേ. മുഹമ്മദ് നബിന്റെ രക്ഷക്കാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ ആഖിറം രക്ഷപ്പെടുത്താൻ വന്ന മൗലവി പറയുന്നത് നബിയുടെ ശഫാഅത്തിന് വേണ്ടിയാണ് സലാത്ത്, നബിയുടെ പരലോക രക്ഷക്കാണ് സലാത്ത്. നബിക്ക് ആഖിറത്തിൽ വെച്ച് സമ്മതം കിട്ടും ഒരു ശഫാഅത്തുണ്ടോ? ആഖിറത്തിൽ നബിക്ക് സമ്മതം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു മഹ്ശർ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സമ്മതം ചോദിക്കുന്ന ഒരു രംഗം. അതാണ് അല്ലാഹുവിന്റെ റസൂല് മഹ്ശർ ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് സമ്മതം ചോദിക്കും. ദുനിയാവിൽ തന്നെ റസൂലുള്ള റെക്കമെൻഡ് ചെയ്യണം. റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് കുറച്ച് പറഞ്ഞു മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് റസൂലുള്ളാഹിനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിച്ച് അപേക്ഷ സമർപ്പിക്കും. അല്ലാഹുവിന്റെ റസൂൽ നോട്ടീസ് ഇറക്കി പ്രസംഗിച്ചു. അല്ലാഹുവിന്റെ റസൂൽ മൈതാനിയിൽ പ്രത്യേകം അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിച്ചിട്ടുണ്ടോ? നബി ചെയ്യണമെന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നബി ചെയ്യുന്നതായിരിക്കണം. നിങ്ങൾ ചെയ്യുമ്പോ നബി ചെയ്തതേ പറ്റുള്ളൂ. നബി ചെയ്യണമെന്നില്ല.
അതേ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. മുഹമ്മദ് നബി മുഖേന അഴിപോകും, നബി മുഖേന പ്രശ്നം പരിഹരിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് മുഖേനയല്ലേ, റസൂലുള്ളാഹിന്റെ മദ്ഹല്ലേ, അത് കേൾക്കാൻ കേട്ടില്ലേ? ഇതിങ്ങനെ മുറിച്ചെടുത്താ എത്ര കിട്ടും? മുറിച്ചെടുത്താ എത്ര കിട്ടും? അപ്പോ അയാളെന്നെ പറയുന്നു മുറിച്ചെടുത്താൽ എത്ര കിട്ടും? ഞാൻ മുറിച്ചെടുത്തായിരുന്നോ? ഞാനിങ്ങനെ അവിടെ ഇവിടെ എടുത്ത് മുറിച്ചെടുത്ത, ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ല 1-2 പ്രാവശ്യം ആരും വിട്ടുപോകുന്നു. ഇത് ഞാൻ മുറിച്ചെടുത്തായിരുന്നോ? ഇതാണോ നീതി? ഇത്ര നീതിയില്ലാത്ത അക്രമി അപ്പുറം ഇപ്പുറവും വെച്ചിട്ട് മുറിച്ചെടുത്തിട്ട് അത് തന്നെ അയാൾ പറഞ്ഞ വാചകം ഞാൻ ഉദ്ധരിച്ചതും അവരുടെ പുസ്തകം ഞാൻ വായിച്ചു നോക്കിയാണ് അതിന് ഏകദേശം ആവർത്തനമാണ് കുറെ. എന്നിട്ട് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടൂലേ? അങ്ങനെയായിരുന്നു ഞാൻ കേൾപ്പിച്ചിരുന്നത്. സുബ്ഹാന ജല്ല ജലാലു. മൗലവി എന്നെ സമ്മതിക്കുന്നു. ഏതൊരു പ്രഭാഷകനായിരുന്നാലും ഏതൊരു വ്യക്തിയായിരുന്നാലും ചില ഘട്ടങ്ങളിലൊക്കെ സംസാരത്തിന്റെ ഒഴുക്കിനിടയിൽ റസൂലുള്ളാ എന്നിങ്ങനെ സ്വലാത്തില്ലാതെയും പറഞ്ഞു പോകാറുണ്ട്. അതിന്റെ ഒന്നും പേരിൽ ഒരാളും വിമർശിക്കാറില്ല. അപ്പോ അങ്ങനെ ആരോടും പറഞ്ഞു പോയി വിമർശിക്കണ്ടില്ല, എന്നെ വിമർശിക്കണ്ടില്ല എന്ന് അയാൾ സമ്മതിച്ചു. എന്നെ വിമർശിക്കേണ്ടതില്ല എന്ന് അയാളെ കൊണ്ട് സമ്മതിപ്പിച്ചു. അത് 2 പ്രാവശ്യം 1 പ്രാവശ്യമൊക്കെ പറഞ്ഞു പോകും. പിന്നെയോ അയാൾ എന്നെ പറയുന്നത് അയാളത് ഒരു ഭാഗത്ത് വെച്ചാണ്. മൗലവി ഒരു തലക്കൊന്നും പറഞ്ഞാൽ മറ്റേ തലക്ക് പിന്നെ സത്യം പറഞ്ഞു. അവൻ നേരത്തെ പറഞ്ഞ് പല ഭാഗത്തു നിന്ന് എടുത്തതാണ്, ചില ഭാഗങ്ങളിൽ നിന്ന് എടുത്തതാണ്. അയാൾ എന്നെ പറയുമ്പോൾ വേറൊരു സ്ഥലത്തൊക്കെ പറഞ്ഞു ഒരു ഭാഗമാണ്. അതൊന്നും വെപ്പിച്ചെടുത്ത് സത്യം പറഞ്ഞു പോയത്. ഇയാൾ എന്നിട്ട് ഇതിങ്ങനെ കാണിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഇയാൾ പറയാണ് എന്റെ ഇതേ ഒരു ഭാഗം എടുത്ത് കുറേ ഇങ്ങനെ റസൂലുള്ളാ അതൊന്നും വെച്ചെടുക്കും. ഒരു ഭാഗം തന്നെ വളരെ ചെറുങ്ങനെ പണ്ട് ഈ അതിന് തലക്കൊരു പശു ഉണ്ട് തന്നെ പോലെ അത് മെല്ലിയാ പറഞ്ഞു. ഇയാൾ എന്നിട്ട് ഇതിങ്ങനെ കാണിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഇയാൾ പറയാണ് എന്റെ ഇതേ ഒരു ഭാഗം എടുത്ത് അപ്പൊ ഒരു ഭാഗം എടുത്തത് അയാളോട് തന്നെ പറഞ്ഞു പോയി. അത് പറഞ്ഞു തുടങ്ങിയപ്പോ ഓർമ്മ അത് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ സൗണ്ടങ്ങ് കുറച്ച് തന്നതാണ്. അത് ഒരു ഭാഗം എടുത്തു തരാം, ഒരു ഭാഗം എടുത്തു. അതങ്ങനെയായിപ്പോയത്. പറഞ്ഞു തുടങ്ങിയാൽ മൂപ്പർക്ക് ഓർമ്മയത് അത് പറയാൻ പറ്റൂലല്ലോ. എന്നാൽ അയാൾ എന്താ ചെയ്തെന്ന് ഒന്ന് വെച്ച് കേൾപ്പിച്ചു കൊടുക്കും. ഇനി നിങ്ങൾക്ക് കേൾപ്പിക്കാൻ വന്നത് ഇയാള് പറയുന്നുണ്ട് സലാത്ത് ചൊല്ലിക്കോ എന്ന് പറയുന്നുണ്ടല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് 48 പ്രാവശ്യം അയാൾ പറഞ്ഞു, ഒരൊറ്റ പ്രാവശ്യം സലാത്ത് ചെയ്യില്ല. 48 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞു. ഇടക്കൊക്കെ സലാത്ത് നമ്മളും പ്രസംഗിക്കുമൊക്കെ സലാത്ത് ചൊല്ലാണ്ടുണ്ടാവും, പിന്നീട് ഒന്നായിട്ട് ചൊല്ലു. നമ്മൾ പിന്നെ ഒരു കാര്യം കുറഞ്ഞുകൊണ്ടാണ് വിചാരിച്ച അവസാനം ഒരു 10 ഒന്നായിട്ട് ചൊല്ലു. പരിപാടി ഒരിക്കലുണ്ട്. എന്നാൽ നിങ്ങൾ കണ്ടോ, ഇയാള് 48 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ആവർത്തിച്ച് ഒരൊറ്റ സലാത്തില്ല. കാരണം സലാത്തിന്റെ വിരോധികളാണേ. അപ്പൊ സലാത്ത് ഒന്നായിട്ടും ചെല്ലാൻ പാടില്ല, രാരിയത്ത് സലാത്തും പറ്റൂല, അളവ് സലാത്തും പറ്റൂല. എന്തിന് ഏതെങ്കിലും ചൊല്ലുന്ന ഇല്ലാതാകില്ലേ ആവശ്യം? എന്താ കള്ളഞ്ഞാറോ എന്ന് പറയുന്ന കമ്പനിയല്ലേ? അപ്പോ ആ മൗലവിന്റെ 48 പ്രാവശ്യം ഒരൊറ്റ വീർപ്പിന് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞിട്ട് സലാത്തി അല്ലാത്ത 48 പ്രാവശ്യം. 44 ഞാൻ എണ്ണിക്കണ്ടിട്ട് കരുനാഗപ്പള്ളി ഞാൻ സീഡി വെച്ചപ്പോ സദസ്സിലുള്ളവർ ഞങ്ങൾ എണ്ണി നോക്കി 48 ഉണ്ട്. നിങ്ങൾ എണ്ണിക്കോളെ വെക്ക്. ആ റസൂലുള്ളാഹിയുടെ ആദർശത്തിന് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്? ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കാനല്ലേ റസൂൽ നമ്മളോട് പറഞ്ഞത്? ഞാൻ അവന് പ്രിയങ്കരനാകുന്നത് വരെ അവന്റെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, അതുപോലെ തന്നെ ലോകത്തുള്ള മറ്റെല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളിൽ ഒരാൾ മുഅ്മിനായി തീരുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ. ആ റസൂലുള്ളാഹിയുടെ സ്വഭാവം സ്വീകരിക്കുന്ന ആളുകളല്ലേ അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് ഏതൊരു കാര്യത്തിലും അവിടുന്ന് എല്ലാ സ്വഭാവവും തികഞ്ഞൊരു വ്യക്തിത്വമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ആ ഖുർആനിൽ പറഞ്ഞ എല്ലാ ആശയങ്ങളും റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് മിസാലുൻ ലിൽ ഫളായിലി, എല്ലാ ശ്രേഷ്ഠതകൾക്കും അവിടുന്ന് മാതൃകയായിരുന്നു, ഉദാഹരണമായിരുന്നു. ഈ ലോകത്തിന്റെ മുഴുവൻ വെളിച്ചം കാണിക്കാൻ ആ റസൂലുള്ളാഹിയാകുന്ന സൂര്യന്റെ പ്രഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന, അത് പ്രചരിപ്പിക്കുന്ന, റസൂലുള്ളാഹിയുടെ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെയോ അതിന്റെ പ്രവർത്തകന്മാരെയോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാളായെന്ന് റസൂലുള്ളാഹിനെ ഞങ്ങൾ വിളിച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ? പച്ചക്കള്ളമാ നിങ്ങളാ പറഞ്ഞത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ. ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെച്ചോ. ഇയാൾ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ തക്ബീർ ചൊല്ലി എന്ന് പറഞ്ഞില്ലേ?
റസൂലുള്ളാഹിനെ കാണുമ്പോൾ റസൂലുള്ള വരുമ്പോഴൊക്കെ വലിയ തക്ബീർ ചൊല്ലിയിരുന്നോ സഹാബത്ത്? ഞാനെന്താ അങ്ങനെ പറയാൻ കാരണം, അള്ളാഹുവിന്റെ റസൂല് വരുമ്പോഴൊക്കെ നിങ്ങൾ തക്ബീർ ചൊല്ലണമെന്നും നബിയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നും നബി ഒരിക്കലും ആശിച്ചിട്ടില്ല. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂല് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നത് റസൂലുള്ളാഹിക്ക് വെറുപ്പായിരുന്നു. റസൂലുള്ള അതിൽ അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അമുസ്ലിമീങ്ങൾ അവരുടെ രാജാവിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അങ്ങനെ നിന്ന് ബഹുമാനിക്കല്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് വിനയം കാണിച്ചിട്ടുണ്ട്. അത്രത്തോളം വിനയത്തിന്റെ ഉടമയാണ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിനയം നോക്കൂ, റസൂലുള്ളാഹിയുടെ വിനയം നോക്കൂ. റസൂൽ എന്ന ഈ ലോകം കണ്ട ഏറ്റവും വലിയ മുത്തുമാണിക്കക്കല്ല് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹ് അങ്ങ് കയറി വരുമ്പോ എഴുന്നേൽക്കുന്നത് റസൂലുള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു മജ്‌ലിസിലിരിക്കുന്ന നേരത്ത് ഏതാണ് റസൂലെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ഒരു ജാടയും കാണിക്കാത്ത മുത്തുമാണിക്കക്കല്ല് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിനെ കാണാനും സംസാരിക്കാനും വേണ്ടി വിദേശ രാജ്യത്ത് നിന്ന് ആളുകൾ വരുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹിനെ ഒന്ന് കാണണം, അവിടുത്തോട് രണ്ട് വാക്ക് സംസാരിക്കണം, അവിടുത്തിൽ നിന്നൊന്ന് ദീന് പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ അരികിൽ വിദേശ പ്രതിനിധികൾ വരുമ്പോ റസൂലുള്ളാഹിയും സഹാബത്തും ഒരുമിച്ചിരിക്കുന്ന മജ്‌ലിസിൽ വെച്ച് ആരംഭ റസൂല് ആരാണെന്ന് തിരിച്ചറിയാൻ പോലും വന്ന വിദേശ പ്രതിനിധിക്ക് സാധിക്കാതായതുകൊണ്ട്, കാരണം അവിടെ വേഷത്തിൽ ജാടയില്ല, ഇരിപ്പിൽ ജാടയില്ല, ആളുകളുടെ മുമ്പിൽ ജാടയുടെ കാട്ടിക്കൂട്ടലുകളില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് അവരിൽ ഒരുവനായി വിനയത്തോടുകൂടി ആ സദസ്സിലിരിക്കുന്നത് കൊണ്ട് ഏതാണ് മുഹമ്മദ് എന്ന് വരുന്ന വ്യക്തികൾ ചോദിച്ച് മനസ്സിലാക്കാറായിരുന്നു പതിവ്. മൻമിൻകും മുഹമ്മദ്, മൻമിൻകും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലെ മുഹമ്മദ് ജനങ്ങളെ എന്ന് സ്വഹാബത്തിരിക്കുന്ന മജ്‌ലിസിൽ നിന്നുകൊണ്ട് വിദേശത്ത് നിന്ന് വരുന്ന പ്രതിനിധികൾ ചോദിക്കാൻ മാത്രം വിനയത്തോടെ മുഹമ്മദ് റസൂലുള്ളാഹി ജാടയുടെ ആളല്ല, നിങ്ങൾ ജാടയാണ് കാണിക്കാറുള്ളത്. എണ്ണിയൊക്കെയോ എത്ര? 46 വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ 46. ഈ 46 പ്രാവശ്യം ഒരൊറ്റ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു സ്ഥലത്ത് ചൊല്ലിപ്പോയില്ല. എന്തേ? സുന്നി മുസ്ലിംമാരെ വയൽ വീട്ട് ആളുകൾ നന്നാകുന്നത് കാണുമ്പോ വയലിന്റെ കോലത്തിൽ നീട്ടിമടിച്ചിട്ട് പറയാ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിലല്ലേ സ്വലാത്ത് നാവുമ്പലിങ്ങി വരുള്ളൂ. സ്വലാത്ത് വരുന്നില്ല നാവുമ്പലി, അങ്ങനെ പറയാ. എന്നിട്ട് ഈ ശബ്ദം കേൾപ്പിച്ച് സാധാരണക്കാരായ സുന്നികളെ വഴിപിഴപ്പിക്കുകയാണ് മൗലവി. എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇങ്ങനെ സ്വലാത്ത് ചൊല്ലാത്ത മനുഷ്യരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞതെന്ന് മൗലവി പറയുന്നു. മൗലവിന്റെ ആവുകൊണ്ട് എന്നെ പറയിപ്പിക്കാം. എന്റെ പേരൊരു മജ്‌ലിസിൽ പറയുന്നത് കേട്ടിട്ട് എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവൻ ബഖീൽ തന്നെ, ബഖീൽ തന്നെ, വിശുദ്ധനാണെന്നുള്ള റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വലാത്ത് ചൊല്ലാത്തവൻ അവൻ തുലയട്ടെ എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? അവൻ തുലയട്ടെ, അവൻ തുലയട്ടെ, അവൻ തുലയട്ടെ, അവൻ തുലയട്ടെ. ഇത് അത് അയാൾ എന്നെ പറഞ്ഞാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞിട്ട് സ്വലാത്തില്ലാത്തവൻ ബഖീലാണ്, അവൻ തൊലയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. തൊലയുന്നതായി കാണുന്നത്. ഇനി നിങ്ങൾ കേട്ടോളേ, ഇയാൾ പറയുന്നത് ഞാൻ പറഞ്ഞൊരു ഞങ്ങൾ അവസാനം അടിച്ചുവിടലാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ വാദം എല്ലാവരും കേട്ടല്ലേ? അത് വെച്ചു കൊടുത്താൽ കളവേ പറയുള്ളൂ. ഇത് നമ്മളും ഇനി കാണിച്ചേക്കൊന്ന് മൂപ്പർക്കറിയാം. അതിന് മൂപ്പര് മുന്നോടിയായിട്ട് എന്ത് പറഞ്ഞു? മൂപ്പര് പറയാണെന്ത്? അയാൾ പറയാണ് അത് ഞങ്ങളുടെ പ്രസംഗത്തിലും ഇങ്ങനെയൊക്കെ വന്നേക്കും. ആഹാ, എന്നാലോ അതിന് ഞങ്ങളതിന് അങ്ങനെ കുറെ ചൊല്ലിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ അവസാനം ഒരു 10 സ്വലാത്താണ് കുറെ ആണ്ട് അടിച്ചു വിടലുണ്ട്. ആഹാ, പറഞ്ഞോ? ഞാൻ പറയാത്ത വാചകല്ലേ അത്? നമ്മളെ പ്രസംഗത്തിൽ അങ്ങനെ വരുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നോ? 1ഉം 2ഉം പ്രാവശ്യമൊക്കെ ആരോടും വിട്ടുപോകുന്നാ പറഞ്ഞത്. അല്ല, ഇയാൾ പോലെ 48 പ്രാവശ്യം നമ്മളോടും വിട്ടുപോകുന്നോ? ഒന്നായിട്ടോ? നല്ല കോളായി. അപ്പോ കബളിപ്പിക്കുക. എന്നിട്ട് വെച്ചു കൊടുക്ക്. ഞാൻ പറഞ്ഞ വാചകം 48 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞു.
ഇടക്കൊക്കെ സലാത്തി നമ്മളും പ്രസംഗിക്കുമൊക്കെ സലാത്തികളായിട്ടുണ്ടാവും, പിന്നീട് ഒന്നായിട്ട് ചൊല്ലും. നമ്മൾ പിന്നെ ഒരു കാര്യമുണ്ട്, കുറഞ്ഞുകൊണ്ടാ വിചാരിച്ച അവസാനം ഒരു 10 ഒന്നായി കണ്ടു ചൊല്ലും. പരിപാടി ഒരിക്കലുണ്ട്. അതാപ്പൊ ഞാൻ പറഞ്ഞു. ഇനി മൂപ്പര് പറയുന്നുണ്ട് ഞങ്ങൾ അവസാനം ഒരു 10 സലാത്താണ് കുറെ ആണ്ട് അടിച്ചു വിടലുണ്ട്. ആഹാ, അങ്ങനെ ഉണ്ടോ ഇസ്ലാമിലുണ്ടോ അങ്ങനെ? പറയുമ്പോ പറയാതെ പിന്നെ അഡ്വാൻസ് ആയിട്ട് മുൻകൂർ കുറെ ആദ്യം, ലാസ്റ്റ് മുൻകൂട്ടി അഡ്വാൻസ് പതറിപ്പോയതാ മൂപ്പര്. പതറിയിട്ട് അവസാനം മൂപ്പര് പറഞ്ഞതാ. എന്റെ മൂപ്പര് പറയുന്നത് തൊലയട്ടെ എന്ന് പറഞ്ഞ് ഇപ്പതാ ബലയുന്നു. സംഘശീലൻ അയാൾ ബലിയാണ് ഇതും കൊണ്ട് അതെന്ന് വെച്ചു കൊടുത്താ ബലയുന്നു. തൊലയ മാത്രല്ല വലയുന്ന കോലാപ്പൈ കാണുന്നത്, തൊലയും വലയും ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പെട്ടുപോയ ഏതെങ്കിലും മുസ്ലിമുണ്ടോ, അത് 100% 3 തലാഖും ചൊല്ലിയിട്ട് പിരിഞ്ഞോ, സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നോ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മോമിനിങ്ങൾ സദസ്സിലേക്ക് വരണം. നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിച്ച് രക്തം വെട്ടി ഒലിച്ച് ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോറ്റിയെടുത്ത ദീനല്ലേ ഇത്. ഈ ദീനുൽ ഇസ്ലാമിനെ ഇഞ്ചിഞ്ചായി മുറിച്ച് ഖുർആനിന്റെ അർത്ഥം മാറ്റി പറഞ്ഞ് ഹദീസിന്റെ അർത്ഥം മാറ്റി പറഞ്ഞ് അതാ വിവരമില്ലാത്ത ജനങ്ങൾക്ക് CD വിതരണം ചെയ്ത്, വിവരമില്ലാത്ത ജനങ്ങൾക്ക് ഓഡിയോ കേസറ്റ് വിതരണം ചെയ്ത്, വിവരമില്ലാത്ത ജനങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുത്ത്, വിവരമില്ലാത്ത ജനങ്ങൾക്ക് ഖുർആനിലെ ആയത്തോതി കൊടുത്ത് ഖുർആനിന്റെ അർത്ഥം മാറ്റിയിട്ട് മുസ്ലിം സമുദായത്തെ ഈ മൗലൈമാര് ഭിന്നിപ്പിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഇപ്പൊ ഓരോ മുക്കുമൂലയിൽ കയ്യിലുള്ള പണം കൊണ്ട് പള്ളി എന്ന പേരിൽ ബിൽഡിംഗ് നിർമ്മിച്ചിട്ട് അവിടേക്ക് അതാ സാധുക്കളായ ആളുകളെ വീട്ടിലേക്ക് കുറെ അരിയും അവർ പലിശ വാങ്ങുന്ന പണമുണ്ടല്ലോ, സക്കാത്തിന്റെ പൈസ കക്കുന്നതുണ്ടല്ലോ, അതുകൊണ്ട് അരി വാങ്ങിയിട്ട് കുറെ അരിയും കുറെ ഇറച്ചിയും കുറെ പണവും ഇങ്ങനെ ചാക്കിന് ചാക്ക് കൊണ്ടുവന്ന് പണം ചെലവഴിച്ചിട്ട് മുസ്ലിമീങ്ങളെ ഈമാൻ ഈ മുജാഹിദിന്റെ മൗലൈമാർ ഓരോ പ്രദേശങ്ങളിലും 1-2 ആളുകളെ വെച്ചിട്ട് ഈമാൻ നശിപ്പിക്കുകയല്ലേ. ഖുർആനോത്തിന് പകരം അതാ പാട്ട് കൊണ്ടുവരികയല്ലേ. സുബ്ഹാനല്ലാഹ് മൗലിദിന് പകരം പുലിയായിട്ട് തുള്ളുകയല്ലേ. റാത്തീബിന് പകരം അതാ തോന്നിവാസം പറയുകയല്ലേ. എന്നിട്ട് ഈ നിലയ്ക്ക് ഇസ്ലാമിനെ നശിപ്പിക്കുമ്പോ ഇത് കാണുമ്പോ ചിരി വരുന്നത് പ്രകൃതിപരമായി ആരോട് ചിരിച്ചു പോകുമെങ്കിലും പറയട്ടെ, കണ്ണിൽ നിന്ന് ചോരയല്ലേ വരുന്നത്. അള്ളാന്റെ ദീനല്ലേ ഈ നശിപ്പിക്കുന്നത്. ഓ മുസ്ലിമേ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാക്ക് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. അവിടുന്ന് എന്താ പറയുന്നത്? അവിടുന്ന് പറയുന്നു, അതേ മാ മിൻ നബിയ്യിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മത്തിഹി ഇല്ലാ കാന ലഹു ഫീ ഉമ്മത്തിഹി ഹവാരിയൂന വഅസ്ഹാബുൻ യഖുദൂന ബിസുന്നതിഹി വയഖ്തദൂന ബിഅംരിഹി. ഏത് നബിമാർക്കും അവർ ആദ്യകാലങ്ങളിൽ ആ നബിയെ പൂർണ്ണമായി പിന്തുടർന്ന് ജീവിക്കുന്ന നല്ലവരായ അനുയായികൾ ഉണ്ടാകും. പിൽക്കാലത്ത് ചിലർ ഈ ഓരോ നബിമാരെയും സമുദായത്തിൽ വരും. അതെന്റെ സമുദായത്തിലും വരുമെന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുകയാണ്. അവരുടെ സ്വഭാവം എന്താണ്? യഖൂലൂന മാ ലാ യഫ്അലൂന. അവർ പ്രവർത്തിക്കാത്തത് പറയുന്നവരാണ്. അവർ പറയുന്നത് ഖുർആനും സുന്നത്തും സ്വീകരിക്കണമെന്നാണ്. വാസ്തവത്തിൽ അവരത് സ്വീകരിക്കുന്നില്ല. വയഫ്അലൂന മാ ലാ യുമറൂൻ. അവരോട് കൽപ്പിക്കപ്പെടാത്തത് ചെയ്യുന്നവരാണ്. പെണ്ണിനെ പള്ളിയിൽ ജമാഅത്തിൽ കൊണ്ടുപോകണമെന്ന് ഖുർആനിലില്ല, ഹദീസിലില്ല. പക്ഷേ പെണ്ണിനെ പള്ളിയിൽ ജമാഅത്തിൽ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഓരോന്നും കൽപ്പിക്കപ്പെടാത്ത കാര്യം ചെയ്യുകയാണ്. നെറ്റീമ കുറിയും തൊട്ടിട്ട് പരശുരാമനാകണമെന്ന് ഖുർആനിലില്ല, ഹദീസിലില്ല. അതുപോലെ താലപ്പൊലി പിടിക്കണമെന്ന് ഖുർആനിലില്ല, ഹദീസിലില്ല. അതേ തെയ്യങ്കെട്ടാകണമെന്ന് ഖുർആനിലില്ല, ഹദീസിലില്ല. അങ്ങനെ കൽപ്പിക്കപ്പെടാത്തത് ചെയ്യുന്നവരാണവർ. ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. അവർക്കെതിരെ കൈകൊണ്ട് സമരം ചെയ്തവനൊരു സത്യവിശ്വാസിയാണ് കേട്ടോ. കൈകൊണ്ടുള്ള സമരമാണ്. കമ്പ്യൂട്ടറിൽ സംഗതിയൊക്കെ അതാ കമ്പ്യൂട്ടറിൽ ശരിയാക്കിയിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ എത്ര സമയമാ കൈകൊണ്ട് പണിയെടുത്തത്. അവിടെ വെച്ചത് കാണിച്ചു തന്ന ചെറുപ്പക്കാരനും അതുപോലെ നമ്മളെ ലേഖനങ്ങൾ എഴുതുന്ന ലേഖകന്മാരും പുസ്തകമെഴുതുന്ന മുഅ്മിനീങ്ങൾ പണ്ഡിതന്മാരും
എല്ലാം ചെയ്യുന്ന സേവനം കൈകൊണ്ടല്ലേ? അങ്ങനെ കൈകൊണ്ട് സമരം ചെയ്യുന്നവൾ അവനൊരു മോമിനാണ്. അതാ നാവ് കൊണ്ട് ഇവർക്കെതിരെ സമരം ചെയ്യുന്നവൾ, ഇവർക്കെതിരെ പ്രസംഗിക്കുന്നവൻ, ഇവർക്കെതിരെ ക്ലാസ് എടുക്കുന്നവൻ, ഇവർക്കെതിരെ സംസാരിക്കുന്നവൻ, അവനും ഒരു സത്യവിശ്വാസിയാണ്. അതാ എഴുതാൻ അറിയില്ല, അല്ലെങ്കിൽ കഴിവില്ല, പ്രസംഗിക്കാൻ കഴിവില്ല, വിവരമില്ല, പക്ഷേ മനസ്സുകൊണ്ട് അവരോട് സമരത്തിലാണ്. അവന്റെ മകളെ കെട്ടാനില്ല, അവന് മകനെ കൊണ്ട് അവളെ മകളെ കെട്ടിക്കാനില്ല, അവനെ തുടർന്ന് നിസ്കരിക്കാനില്ല, അവരെ കാണുമ്പോ സലാം പറയാനില്ല. അത്തരം ആളുകളുമായി അതേ മതത്തിന്റെ ബന്ധങ്ങളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവരോട് മനസ്സുകൊണ്ട് ജിഹാദ് ചെയ്തവൾ, മനസ്സുകൊണ്ട് സമരം ചെയ്തവൾ, ഫഹുവ മുഅ്മിൻ, അവനും ഒരു സത്യവിശ്വാസിയാണ് കേട്ടോ. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദൽ. നീ കൈകൊണ്ട് തീർക്കാനില്ല, നാവ് കൊണ്ട് തീർക്കാനില്ല, മനസ്സുകൊണ്ട് വെറുക്കാനുമില്ലെങ്കിൽ പിന്നെ കടുമണി തൂക്കം ഈമാന് ബാക്കിയില്ല കേട്ടോ. ഞാൻ മുജാഹിദിനെ എതിർക്കാനില്ല, ഞാൻ ജമാഅത്ത് ഇസ്ലാമിനെ എതിർക്കാനില്ല, ഞാൻ തബ്ലീഗ് ജമാഅത്താണ്, ഞാൻ ആരെയും എതിർക്കൂല എന്ന് പറയുന്നവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മനസ്സുകൊണ്ട് ഈ പുത്തൻവാദികളെ എതിർക്കാത്തവൻ, കൈകൊണ്ട് എതിർക്കാത്തവൻ, നാവ് കൊണ്ട് എതിർക്കാത്തവൻ, ഈമാനിന്റെ ഒരു കടുമണി തൂക്കം അവന്റെ മനസ്സിലില്ല. ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂലാണിത് പറഞ്ഞത്. ഇമാം മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസിലാണ്. തബ്ലീഗിന്റെ മുതലാളിമാർക്ക് തേരോടിന്റെ പ്രസംഗം പിടിച്ചില്ലെങ്കിലോ, ഓ മുതലാളിമാരെ, നിങ്ങളെ നക്കാപ്പിച്ച കണ്ട് ദീനിന്റെ പ്രവർത്തനം നടത്തുന്നതല്ല. എന്നെ പടച്ച റബ്ബിന് വേണ്ടിയാണ് എന്റെ പ്രസംഗം. ഞങ്ങളെല്ലാവരുടെയും തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും അള്ളാഹുവിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയല്ല, മുതലാളിമാർക്ക് വേണ്ടിയല്ല, തൊഴിലാളിക്ക് വേണ്ടിയല്ല. ഇന്ന സലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ റബ്ബാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, അള്ളയാണ് വെള്ളം തരുന്നത്, അവനാണ് ഓക്സിജൻ തരുന്നത്, അവനാണ് സംരക്ഷിക്കുന്നത്, അവനാണ് കാവൽ നൽകുന്നത്, അവനാണ് കൊടുക്കുന്നവൻ, അവനാണ് തടയുന്നവൻ. ആ രാജാവിന്റെ മുമ്പിൽ ജീവിതവും മരണവും സമർപ്പിച്ചവർക്ക് ഇവിടെ ആരും ഒരു പ്രശ്നമേ അല്ല. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അവൻ പഠിപ്പിച്ച ദീൻ തുറന്നു പറയുകയാണ്. അതുകൊണ്ട് തബ്ലീഗിലും പെട്ടുപോകണ്ട. ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ഈ അടുത്ത് ഞാൻ പ്രസംഗിച്ച CD ഇറങ്ങുമ്പോൾ കേട്ടോളൂ, അതിലും പെട്ടുപോകണ്ട, മുജാഹിദിലും പെട്ടുപോകണ്ട, കള്ളത്തരീഖത്തിലും കുടുങ്ങിപ്പോകണ്ട. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ, ഇവിടെ ജീവിച്ച് മരിച്ച ധാരാളം ആളുകളില്ലേ, തങ്ങന്മാരില്ലേ, പാണക്കാട് തങ്ങളെ കേട്ടിട്ടില്ലേ, ബാഫക്കി തങ്ങളെ കേട്ടിട്ടില്ലേ, മമ്പറം തങ്ങളെ കേട്ടിട്ടില്ലേ, സഹോദരനെ കണ്യത്തുസ്താദിനെ കേട്ടിട്ടില്ലേ, കുതുബി തങ്ങളെ കേട്ടിട്ടില്ലേ, ചാലിയത്ത് മൂപ്പരെ കേട്ടിട്ടില്ലേ? അതേ, അങ്ങനെ എത്ര ആലിമീങ്ങൾ കഴിഞ്ഞുപോയവർ ഇന്നും ജീവിക്കുന്ന വലിയ വലിയ മഹാന്മാരില്ലേ? താജുൽ ഉലമാ നേതൃത്വം നൽകുന്നില്ലേ? അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവരെ പിന്നിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഭീകരവാദികളാകാതെ, സുന്നിയല്ല പ്രശ്നം, മുജാഹിദല്ല പ്രശ്നം, നമുക്ക് 4 ബോംബുണ്ടാക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന ഭീകരവാദങ്ങളിലൊന്നും പോകാതെ ഈമാൻ കാത്തു സൂക്ഷിച്ച് ജീവിച്ച് മരിച്ചോ മുസ്ലിമേ, അതിന് സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നേ പറ്റൂ. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത്, വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദൽ. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്കെതിരെ മനസ്സുകൊണ്ടും സമരം ചെയ്യുന്നില്ലെങ്കിൽ അവന്റെ മനസ്സിൽ കടുമണി തൂക്കം ഈമാനില്ല. റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കി ഭരിപ്പിക്കണേ അല്ലാഹ്. ഈ അബൂജഹൽ അവനതാ വിശ്വാസമുള്ളവനാണെന്ന് പറഞ്ഞിട്ടല്ലേ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കി ചിത്രീകരിക്കുന്നത് ഈ മൗലവിമാർ. ഇവരെ ഫിത്നയിൽ നിന്നൊന്ന് രക്ഷപ്പെടണേ മുസ്ലിമേ. അതിനാണ് റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്. റബ്ബേ, ഞങ്ങളെ സന്താന പരമ്പരകളും ഞങ്ങളെ ശിഷ്യ പരമ്പരകളും ഞങ്ങളെ സദസ്സിൽ പങ്കെടുത്തവരുടെ സന്താന പരമ്പരകളും ഖിയാമത്ത്
ഖിയാമത്ത് നാൾ വരെ ഈ പുത്തൻവാദികളെ സെറിൽ നീ പെടുത്തരുത് അല്ലാ. ഞങ്ങളെ പ്രിയം വെച്ച ഒരാളെയും ഞങ്ങൾ പ്രിയം വെക്കുന്ന ഒരാളെയും നീ പുത്തനാശയക്കാരിൽ പെടുത്തരുത് അല്ലാ. പഠിച്ചവരോട് ഈമാനിന്റെ സലാമത്തിന് വേണ്ടി ദുആ ചെയ്യണേ മുസ്ലിമേ. ഇതൊരു ചെറിയ കാര്യമാണെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇത് കോൺഗ്രസും ലീഗും ജനതാ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ പറഞ്ഞ് വോട്ടിനോടുന്ന പ്രശ്നം പോലെയല്ല, നമ്മളെ കച്ചവടം പോലെയല്ല. ഈമാനിന്റെ പ്രശ്നമാണ്, ആഖിറത്തിന്റെ പ്രശ്നമാണ്. ഈ കാര്യം നിങ്ങളെ മനസ്സിലെപ്പോഴും ഓർമ്മ വേണം കേട്ടോ.